ഭജേ കുഴപ്പമില്ല കുഞ്ഞ നമ്മോട് പറ വേണ്ടെന്ന് പറ വേണ്ട ജന്മദിന സഹോദര രജതകൂലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണം നടത്തുവാനെത്തുന്ന ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ നാരായണ പ്രശസ്തികളും ഈ ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന ബഹുമാനമായ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് ശ്രീ വി എൻ വാസവ ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ആദ്യ സ്വീകരണവും നടത്തുന്ന ബഹുമാനായ ഈ നിയോജകമണ്ഡലത്തിന്റെ MLA ശ്രീ ചാണ്ടി അവർ
പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നൊരു സത്യം, പരമമായ സത്യം നിലവിലുണ്ട്. ഒരിക്കലും പറഞ്ഞാൽ തീരുകയില്ല. കാരണം അത്രയ്ക്ക് ഉന്നതിയിൽ നിൽക്കുന്ന മധ്യ ഗുരുനാഥൻ അടുത്തതായി തന്നെ തന്റെ MLA ഫണ്ടിൽ നിന്നും എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു സഹായം ഈ ക്ഷേത്രത്തിന് നൽകണം. അതിനുള്ള ഒരു സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള മനസ്സഭ്യത ഉണ്ടാകണം. അത് വളരെ താഴ്മയായി തന്നെ എല്ലാവർക്കും അപേക്ഷിക്കുകയാണ്. ഈ അവസരത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആദ്യം സ്വീകരിക്കുന്ന ശ്രീ ജാനകിയമ്മൻ ഞങ്ങളുടെ അവർക്ക് ഈ യോഗത്തിൽ നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ടിയുള്ള ഹൃദയങ്ങളാണ് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത്. അടുത്തതായി ഹൃദയങ്ങളുടെ സ്വാഗതം ആശംസിക്കുന്നത്. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ശ്രീ സുരേഷ് ബഹുമാനപ്പെട്ട MLA ശ്രീ ചാണ്ടീകൃഷ്ണൻ, ബഹുമാനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചെറിയ, പ്രേമനായ ശ്രീ PV കൗൺസിലർ, വേദിയിലുള്ള മറ്റ് ബഹുമാനായ അതിഥികളെ, സദസ്സിലെ ബഹുമാനായ സഹോദരി സഹോദരൻ, ഇന്ന് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതരുടെ 124ാമത് ജന്മദിനം ഗുരുദാരമായി ദീർഘകാലം ബന്ധപ്പെടാനും നിരവധി പ്രായോഗികമായ ഉപദേശങ്ങൾ
അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കാൻ പലപ്പോഴായി സന്ദർഭം ലഭിച്ചിട്ടുള്ള വലിയ ഒരു പ്രവർത്തനമാണ്. ഇവിടെ കുട്ടപക്ഷാന്തി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തന്നെ കർണാടക സാറും ഗുരുനാഥനുമായി ബന്ധപ്പെട്ട് പല സന്ദർഭങ്ങളിൽ സൗഹൃദം പങ്കിടാൻ അദ്ദേഹം ആത്മീയ ചൈതന്യത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് വിശ്വാസി സമൂഹത്തെ നയിക്കുന്നതുപോലെ തന്നെ ഭൗതിക ജീവിതത്തിൻ്റെ നാനാ മേഖലകളെ സംബന്ധിച്ച് പഠനവും ഗവേഷണവും ഉപദേശ നിർദ്ദേശങ്ങളും തന്നെ സമീപിക്കുന്നവർക്ക് നൽകുന്ന പൊതു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ബാല്യം ചേർത്തലെത്താറില്ല. ജനനം ഇത്തമാ കൊച്ചന്റെ ദമ്പതികളുടെ മകനായി ജനിച്ച അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതത്തിന് മുമ്പുള്ള നാമധേയം ഇവിടെ സൂചിപ്പിച്ചു നാരായണൻ എന്നുള്ളതിനെ. ജ്യോതിഷത്തിലും സംസ്കൃതത്തിലും ഏതാണ്ട് 30 വർഷക്കാലം നീണ്ടുനിന്ന പാണ്ഡിത്യം നേടിക്കൊണ്ടാണ് അദ്ദേഹം ശിവഗിരി ശ്രീനാരായണ ഗുരുസ്വാമികളുടെ സാന്നിധ്യം ആഗ്രഹിച്ച് ശിവഗിരിയിൽ പോയി ഗുരുവുമായി ഇടപെടാൻ ദീർഘകാലം ഗുരുവിനോടൊപ്പം സന്തത സഹകാരിയെ എത്താനും അവസരം ലഭിച്ചു. ശ്രീനാരായണ ഗുരുവാണ് യഥാർത്ഥത്തിൽ നാരായണ ദീക്ഷിത എന്ന രൂപത്തിലുള്ള നാമം തന്നെ നൽകി. ജനങ്ങളോടൊപ്പം മനസാന്നിധ്യമായി ജീവിച്ചിരുന്ന സൂര്യനാരായണ ദീക്ഷിതർ എന്ന ഗുരുനാഥൻ എന്ന് പ്രഖ്യാതങ്ങൾ ആചാരപൂർവ്വം വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാവർക്കും അറിയാവുന്നതുപോലെ തികഞ്ഞ സന്യാസ ജീവിതം തന്നെയായിരുന്നു, ആത്മീയ ജീവിതമായിരുന്നു. അതിൽ അദ്ദേഹത്തിന് നാനാതരത്തിലുള്ള ചിന്തകളും അതുപോലെ തന്നെ ഉപദേശ നിർദ്ദേശങ്ങളും എല്ലായ്പ്പോഴുണ്ടായിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ ദർശനം അദ്ദേഹം എപ്പോഴും മൈവിടുകയാണ്. ഗുരുദേവന്റെ അറിവ് പ്രവർത്തനത്തെക്കുറിച്ച് വളരെ സംസാരിക്കുക. ജാതിഭേദം ഏതുവികാസത്തിലും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന് പറയുന്ന ആ അറിവ് പ്രവർത്തനയുടെ സന്ദേശം അദ്ദേഹം പല ഒരു ഞങ്ങളുടെ അവതരിപ്പിച്ച സന്ദർഭത്തിലാണ്. കോട്ടയം ഡോക്ടർ വി കെ ഭാസ്കരൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അന്ന് ട്രീറ്റ്മെൻറ്റിലൂടെ വന്നപ്പോൾ ഗുരുനാഥനോട് ആശ്വാസവാക്കുകൾ പറയുമ്പോൾ വളരെ സുസ്മേരവതനായിട്ടാണ് അദ്ദേഹം എല്ലാം മറുപടി പറയുന്നത്. അപ്പോൾ അവസാന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രോഗാതുരമായ സന്ദർഭങ്ങളിൽ വിവിധ ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ സന്ദർശിക്കാനും അതുപോലെ അദ്ദേഹത്തിന് ആശ്വാസവാക്കുകൾ കേൾക്കാൻ പരസ്പരം ബന്ധപ്പെടാനും എല്ലാം സന്ദർഭം ലഭിച്ചിട്ടുള്ള വലിയ പൊതുപ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ജന്മദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നത് ഏറെ സന്തോഷത്തോടെയാണ്, അഭിമാനത്തോടെയാണ്. അദ്ദേഹം ഈ നാടിന് സമർപ്പിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഈ നാടിനെ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ ഉദ്ഗ്രാമമായിരുന്ന രസംപുരം സൂര്യനാരായണ ക്ഷേത്രം വന്നതോടുകൂടി ഈ ജില്ലയുടെ നാനാഭാഗത്തു നിന്ന് ഈ ക്ഷേത്രത്തിൽ ധാരാളം ആളുകൾ വരാനും അതോടൊപ്പം ഗുരുനാഥനെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയതെല്ലാം ഗുരുനാഥൻ്റെ പ്രവർത്തനങ്ങൾ വഴിയായിരുന്നു. അതോടൊപ്പം ഇവിടെ ആദ്യം ഭജനമഠം സ്ഥാപിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തിനെ സമാഹരിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ വിവിധ തലങ്ങളിൽ നിന്ന് ഒട്ടനവധി ശിഷ്യസമ്പത്തിൽ അദ്ദേഹത്തിന് സമാഹരിക്കാൻ കഴിയും. ഇവിടെ ഒട്ടനവധി ശിഷ്യന്മാർക്ക് അദ്ദേഹം സംസ്കൃത പഠനത്തിൻ്റെ തനിക്കറിയാവുന്ന എല്ലാ വശങ്ങളും അതോടൊപ്പം തന്നെ ആത്മീയ രംഗത്തെ വിവിധ വശങ്ങളുമൊക്കെ പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചും അതുപോലെ വൈദിക കർമ്മങ്ങളിൽ എങ്ങനെയാണ് ഗുരു ശിഷ്യ ബന്ധം പുലർത്തേണ്ടത് എന്ന് ശിഷ്യന്മാരോട് തികഞ്ഞ ആദരവോടുകൂടി പറഞ്ഞു കൊടുക്കുന്ന രംഗമൊക്കെ കാണാനുള്ളത്. അപ്പോൾ ഒരു വൈദിക ആശ്രമം തന്നെ സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. ഈ മേഖലയിൽ ഒരുപക്ഷെ എല്ലാ വീടുകളിലും കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാം. ഓരോ വീട്ടിലെ അംഗങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ആ നിലയിൽ ഒരു നാടുമായി ഇടുകിച്ചേർന്ന് ഒരു മനുഷ്യായുസ് മുഴുവൻ തൻ്റെ ജീവിതം തന്നെ ഈ സമൂഹത്തിന് വേണ്ടി വെച്ച് ആത്മീയ ചിന്തകളിൽ ഭൗതിക വീക്ഷണങ്ങളിൽ ഉറച്ചു നിന്ന് ജീവിച്ച് ഈ നാട്ടിൽ നിന്ന് നമ്മെ വിട പറഞ്ഞ് ഇന്നിപ്പോൾ 124ാമത് ജന്മദിനത്തിലേക്ക് കിടക്കുന്ന ഒരു ഗുരുനാഥനെ ആർക്കും മറക്കാൻ കഴിയില്ല. കാലവും ചരിത്രമുള്ള ഒരു കാലം ഗുരുനാഥൻ നമ്മുടെ എല്ലാ മനസ്സിലുണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അദ്ദേഹം എപ്പോഴും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സംരക്ഷണമാക്കാനായിട്ടായിരുന്നു ഏത് പ്രശ്നങ്ങളുടെ നടുവിൽ അദ്ദേഹം നമ്മളോട് പ്രതികരിച്ചു. നാട്ടിലെ തരത്തിലുള്ള അസ്വസ്ഥജനകമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാകുമ്പോഴും അത്തരം സന്ദർഭങ്ങളിലെല്ലാം തികഞ്ഞ സമീപനം പാലിക്കാൻ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും മാർഗം ഉപദേശിക്കുകയും നിർദ്ദേശിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിലാവുമ്പോൾ ശാന്തിയുടെ സമാധാനത്തിൻ്റെ സന്ദേശങ്ങൾ ഉയർത്തി നമുക്കതിനെ എല്ലാ അർത്ഥത്തിലും നേരിടാൻ കഴിയുന്ന മാനസികാവസ്ഥ നമ്മളിൽ ഉയർന്നാൽ വരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ
സൂചിപ്പിക്കാറുള്ളത്. ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് വരുന്നില്ല, നിരവധി പരിപാടി സമയം കഴിഞ്ഞു. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ ഫണ്ട് കൊടുക്കണമെന്ന് സൂചിപ്പിച്ചത് ഒരു കാര്യം വ്യക്തമാക്കട്ടെ, സംസ്ഥാനത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾക്ക് മാത്രമേ MLA ഫണ്ടോ MP ഫണ്ടോ ഗവൺമെൻറ് ഫണ്ടോ കൊടുക്കാൻ കഴിയുള്ളൂ. അത് കൃത്യമായി നോംസ് ഉണ്ട്. അതേസമയത്ത് വ്യക്തിപരമായി മറ്റേതെങ്കിലും സ്വകാര്യ കമ്പനിയുടെ CSR ഫണ്ടോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് വാങ്ങിത്തരാനുള്ള ഇടപെടൽ സഹായിക്കാം എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് കൂടി ഈ സന്ദർഭം അത് MLA-ക്കാർക്ക് എനിക്കറിയാതെ MLA ഫണ്ട് ഇത്തരം ക്ഷേത്രങ്ങൾക്ക് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നില്ല. നോംസിൽ വ്യത്യസ്തമാണ്. മറ്റു രൂപത്തിൽ മാത്രമേ CSR ഫണ്ടിൽ മാത്രമേ പ്രയോജനപ്പെടുത്താൻ കഴിയൂ. അത് ഭാവിയിൽ പരിഗണിക്കുന്ന കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കും എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എല്ലാ അർത്ഥത്തിലും ഗുരുനാഥൻ്റെ 124ാമത് ജന്മദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ച് തികഞ്ഞ അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ ഈ ജന്മദിനാഘോഷ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. സൂര്യനാരായണ ദേവസ്വം പ്രസിഡന്റ് ആഘോഷ കമ്മിറ്റി ചെയർമാനുമായ ശ്രീ സുനീഷ് കെ ഗുരുകാരനെ ക്ഷണിക്കുകയാണ്. ഗുരുദേവന്റെ ഗുരുനാഥന്റെ അനുഗ്രഹാശംസകൾ കൊണ്ട് ധന്യരായ ഭക്തജനങ്ങളെ, മാതാപിതാക്കളെ, ഇന്നീ ദിവസം നമുക്കേവർക്കും ഒരു സുദിനമാണ്. എന്തെന്നാൽ ഗുരുനാഥന്റെ 125ാം ജന്മദിനമായി ആഘോഷിക്കുന്ന ശതോത്തര രജത ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഈ 124ാം ജന്മദിനത്തിന്റെ ഉദ്ഘാടനം ഇന്ന് നടന്നിരിക്കുകയാണ്. അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെയും വിവിധ പരിപാടികളുടെയും ഉദ്ഘാടനം ഇവിടെ നടന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ബ്രഹ്മശ്രീ സൂര്യനാരായണ ദീക്ഷിതർ നമ്മുടെ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏവർക്കും ബോധ്യമുള്ളതാണ്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ചൊന്നും കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഉച്ചയോടുകൂടി നമ്മുടെ യോഗം അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും ഗുരുനാഥനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ചേർത്തല താലൂക്കിൽ കളവന്നൂർ ക്ഷേത്രത്തിന് സമീപം കൗൽപ്പുറത്തെ വീട്ടിൽ ആണ് ഗുരുനാഥൻ ജനിച്ചത്. തുടർന്ന് ശങ്കരൻ ജോലിയുടെ ശിഷ്യനായി വൈദിക പഠനം ആരംഭിച്ചു. ഗുരുദേവ ശിഷ്യനായ അമൃതാനന്ദ സ്വാമിയിൽ നിന്ന് ദീക്ഷ കൈവരിച്ച് ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷയാണ്. തുടർന്ന് ആദ്യവരും അയക്കുന്നതും നമ്മുടെ കോതലയിൽ ആശ്രമവും ഈ അമ്പലവും ക്ഷേത്രവും സ്ഥാപിച്ച് നമുക്കെല്ലാം ആശ്രയമായാണ്. 1999
ഗുരുനാഥൻ്റെ ശതാഭിഷേക ചടങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ജൂൺ മാസം 19-ാം തീയതി ഗുരുനാഥൻ സമാധിയായി. അഭിനന്ദ ഗുരുനാഥൻ ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതരുടെ 124 ജന്മദിനത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആഘോഷ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഉള്ള എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന കർമ്മവും ആദ്യ ഫണ്ട് സ്വീകരണവുമാണ് അരനൂറ്റാണ്ടോളം കേരള നിയമസഭ സാമാജികമായി പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അതോടൊപ്പം നാടിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പവും സമൂഹത്തോടൊപ്പവും നിലനിൽക്കുന്നതുമായ ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം വിയോഗത്തിലാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ എടുത്തുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ MLA ആയി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ചാണ്ടി ഉമ്മൻ അവരുടെ ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനത്തിനായി സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ സൂര്യനാരായണ സൂര്യക്ഷേത്ര സ്ഥാപന ആചാര്യൻ ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതരുടെ 124-ാം ജന്മദിനം, ആ ജന്മദിനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ ഉള്ള അതിയായ ചാരിതാർത്ഥ്യം ഈ അവസരത്തിൽ ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിക്കുകയുണ്ടായി. എൻ്റെ പിതാവും ഈ ആശ്രമവുമായിട്ടുള്ള ഈ ക്ഷേത്രവുമായിട്ടുള്ള അടുത്ത ബന്ധം, ഇവിടുത്തെ സ്വാമിജിയുമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മബന്ധം, അദ്ദേഹം ഏതൊരു തെരഞ്ഞെടുപ്പിലും തൻ്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ കടന്നു വന്ന് സ്വാമിയുടെ അനുഗ്രഹം നേടിയതിനു ശേഷം മാത്രമേ അദ്ദേഹം നോമിനേഷൻ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹം ഈ വഴി കടന്നു പോകുമ്പോഴൊക്കെ വളരെയധികം പ്രാവശ്യം കടന്നു വന്ന് സ്നേഹം പങ്കിടുവാനും സ്നേഹത്തോട് പെരുമാറുവാനൊക്കെ സാധിച്ചത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ആത്മീയതയുടെ പരകോടിയിലെത്തിയ സ്വാമിജി ഈ നാടിൻ്റെ ഒരു വെളിച്ചമായി ഇന്നും തുടരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായും ഒരു വ്യക്തി മരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ വിയോഗം വന്നതുകൊണ്ട് മാത്രം നമുക്ക് പോകുന്നില്ല. എന്നും വെളിച്ചമായി ഇന്നും 124-ാം ജന്മദിനത്തിൽ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം നമ്മളോടൊപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ, അദ്ദേഹം പഠിപ്പിച്ചത്, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇന്ന് തുടരുകയാണ്. ഇന്ന് നിങ്ങളിലൂടെ ഇന്ന് പ്രിയപ്പെട്ട സത്യരാജൻ തന്ത്രി അവർ എനിക്ക് ബുക്ക് തരികയുണ്ട്. അതിനകത്ത് ഈശ്വരനെ കുറിച്ച് കൃത്യമായി എന്താണോ സ്വാമിജി പഠിപ്പിച്ചത് അത് ഞാൻ വായിക്കുകയുണ്ടായി. ഈശ്വരൻ സത്യവാനാണ്, ഈശ്വരൻ ധർമ്മിഷ്ഠനാണ് എന്നുള്ള ആ പഠിപ്പിൽ തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും ആ ഈശ്വരന്റെ സത്യത്തിലേക്ക് നയിക്കുന്ന ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ സത്യം എന്നും ഒരിക്കലും തീരാത്ത സത്യം ഈശ്വരൻ മാത്രമാണ് എന്നും നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ നാടിന് വെളിച്ചമായി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വികസനം ഈ നാടിന് തന്നെ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ കാണിക്കുന്ന ഈ ഒരു താല്പര്യത്തെ അഭിനന്ദിക്കുവാൻ അവസരമെടുത്തുകൊണ്ട് നമ്മളെല്ലാം എന്നും സത്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ നിൽക്കുന്നത്. സത്യം എന്താണെന്ന് അറിയണം. ഏത് കാര്യത്തിൽ സത്യം അറിയാൻ നമുക്ക് താല്പര്യം. ആ സത്യത്തിന് വേണ്ടിയുള്ള യാത്ര അവസാനിക്കാത്ത യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഈ നാടിന്റെ വികസനത്തിന്, ഈ നാടിന്റെ ആത്മീയ കാര്യങ്ങളോടൊപ്പം തന്നെ ഈ നാടിന്റെ ഭൗതിക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ച ആ മഹാമുനിവര്യന്റെ ഓർമ്മകൾക്ക് തലകുറിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ഭാരത്.
ആദ്യ ചടങ്ങ് നടക്കുന്ന ഈ സമ്മേളനത്തിൽ ഞാൻ ക്ഷേത്രത്തിൽ ഏകദേശം 40 വർഷക്കാലം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ ഗുരുനാഥൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം ഗുരുനാഥൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിനുള്ള അവസരവും എനിക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ സമ്മേളനത്തിൽ സഹായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പേരിൽ നൽകിയ ഈ ഉപഹാരത്തിന് എല്ലാ അംഗങ്ങളോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കോതല സൂര്യനാരായണപുരം ക്ഷേത്ര സ്ഥാപകനായിട്ടുള്ള സ്വാമി സൂര്യനാരായണ ദീക്ഷിത പാദങ്ങളുടെ 124ാമത് ജന്മദിനം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മപരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുന്ന ഈ നെല്ലിവേളയിൽ ആ മഹാനുഭാവന്റെ ജീവിത വഴിത്താരയിലൂടെ ഇവിടെ സംസാരിച്ച ബഹുമാന്യരായ പലരും കടന്നു വരികയുണ്ടായി. തികച്ചും ഒരു ഗ്രാമമായിരുന്ന കോത്തല എന്ന ഈ ഗ്രാമത്തെ നാടറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ സൂര്യനാരായണപുരം എന്ന പേരിൽ നാടെന്ന് അറിയപ്പെടുന്ന രീതിയിലേക്ക് ഈ ഗ്രാമപ്രദേശത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത് മധ്യഗുരുനാഥന്റെ കർമ്മചൈതന്യത്തിലൂടെ ഉള്ള പ്രവർത്തനത്തിലൂടെയും അദ്ദേഹത്തിന് സ്ഥാപിതമായ ഈ സൂര്യനാരായണപുരം ക്ഷേത്രത്തിന്റെ അനുഗ്രഹാശിസുകളുടെയും ആണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഗുരുനാഥൻ എങ്കിൽ ഉപാസിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് എങ്കിൽ പേര് നാരായണന്റെ പേര് സൂര്യനാരായണൻ ആയിക്കോട്ടെ എന്ന് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുദേവന്റെ അനുഗ്രഹാശ്വാസങ്ങളോടെ തുടർന്ന് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ഈ ക്ഷേത്രത്തെ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഈ ക്ഷേത്രത്തിന് നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും.
സൂര്യനാരായണ ക്ഷേത്രവും കുറുവപ്പുഴ സെന്റ് ജോൺസ് ദേവാലയവും തമ്മിലുള്ളതായ ഒരു ആത്മബന്ധം, അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്നതായ ഒരു സ്നേഹബന്ധത്തിൻ്റെയും പരസ്പര സാഹോദര്യത്തിൻ്റെയും ആണെന്നുള്ളത് എന്നേക്കാൾ വ്യക്തമായി ഇവിടെ സംഗീതത്തിനായിരിക്കുന്നവർക്കും അറിവുള്ള ഒരു വസ്തുതയാണ്. നാം ഇവിടെ സ്മരിക്കുന്നതായ സ്മര്യപുരുഷൻ സ്വാമികളുടെ ജീവിതവും ദർശനവും ഈ നാടിനും നാട്ടുകാർക്കും വലിയ ആത്മീയ സ്രോതസ്സായിരുന്നു എന്നുള്ളത് നമുക്ക് മുൻപും പ്രസംഗിച്ചവരും അല്ലെങ്കിൽ അതിൽ നമ്മൾ പലരും അനുഭവവേദ്യരുമായിട്ടുള്ള ആളുകളാണ്. ഭാരതീയ സന്യാസ പാരമ്പര്യത്തിൻ്റെ കർമ്മമാർഗവും ജ്ഞാനമാർഗവും ഭക്തിമാർഗവും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചതായ ഒരാത്മീയാചാര്യനായിട്ടാണ് സൂര്യനാരായണ ദീക്ഷിത സ്വാമികളെ പറ്റിക്കുറിച്ച് സ്മരിക്കുമ്പോഴും പഠിക്കുമ്പോഴും നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ആദരണീയനായ സ്വാമികളുടെ ജീവിതം ഒരു ദേശത്തിന് മുഴുവൻ വലിയ വിളക്കായി തീരുവാനായിട്ട് ഇടയായി. ശ്രീനാരായണ ഗുരുവിൽ നിന്ന് ലഭിച്ചതായ പാഠങ്ങൾ അത് അനുപാദശകവും ദൈവദശകവും ഒക്കെ മനഃപ്പാഠമാക്കി നാം ഇന്ന് പഠിക്കുന്നതായ പല ഉയർന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നാരായണ ഗുരുവിൻ്റെ പഠനങ്ങൾ ദൈവദശകവും അനുപാദശകവും ഒക്കെ ആഴത്തിൽ പഠിക്കുന്നതായ ഒരു കാലഘട്ടത്തിന് മുമ്പ് ഈ നാട്ടിലേക്ക് വരികയും നാനാജാതി മതസ്ഥരായ ആയിരങ്ങളിലേക്ക് ആ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത ഈ സ്വാമികൾ ഈ ദേശത്തിന് വലിയൊരു വിളക്കായി മാറുവാനായിട്ട് ഇടയായി. അനുകമ്പാദശത്തിൽ നാം വായിക്കുന്നത് പോലെ ഒരു പീഡയറിനും വരുത്തരുന്നതായ അനുകമ്പയും ആ ഒരു അനുകമ്പയാണ് യഥാർത്ഥത്തിൽ ഈ ഗുരു ഈ ദേശത്ത് സന്നിവേശിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ളതായ മഹത്വങ്ങൾ ജീവിച്ചതായ ഈ കാലമാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായി ജീവിക്കുവാൻ ഇടയായതെന്നോർത്ത് നമുക്ക് സന്തോഷിക്കാം. ഈ ഗുരു ഈ ദേശത്ത് കാണിച്ചു കൊടുത്തതായ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അദ്ദേഹം പകർന്നു കൊടുത്തതായ ശിഷ്യപരമ്പരകളിലേക്ക് അവരിന്നും ഈ ദേശത്ത് നിന്ന് ആ ഒരു സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും അനുഭവം അടുത്ത പരമ്പരകളിലേക്ക് അത് സന്നിവേശിപ്പിക്കുന്നതിൽ നമുക്ക് ഏവർക്കും സന്തോഷിക്കാം. അതുകൊണ്ട് ഈ 125 വർഷങ്ങൾ അദ്ദേഹം ഈ ഭൂമിയിൽ പൂജാതനായി ഈ സമാധി സ്ഥാനം ഒരു വലിയ ആശാകേന്ദ്രമായി അനേകർക്ക് അവരുടെ പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായി മാറുന്നു. ഈ ഒരു വർഷക്കാലം നീണ്ടുനിൽക്കുന്നതായ ജന്മദിനാഘോഷങ്ങളിൽ പുറപ്പെടാ സെന്റ് ജോൺസ് ദേവാലയത്തിന് എല്ലാവിധമായ ആശംസകളും എല്ലാവിധമായ സഹകരണങ്ങളും ഇടവയ്ക്ക് വേണ്ടി ഉറപ്പ് നൽകിക്കൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുനാഥനെ പറ്റി ഏറെ ഈ നാട്ടിൽ ഭഗവാനുണ്ടായ സാഹചര്യം, ഒപ്പം തന്നെ ഈ നാട്ടിൽ നിന്ന് നമുക്ക് ലഭിച്ചതായ അനുഭവങ്ങൾ, ഇതെല്ലാം ഞാൻ വിശദീകരിക്കുന്നത് ഒരു ആവർത്തന വികസനം നിങ്ങളിൽ ഉണ്ടാവുമെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നതിനാൽ ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല. സമയം അതിക്രമിച്ചിട്ടുള്ളൂ. ഈ ഏറെ ബഹുമാന്യ നേതാക്കന്മാർ നാം ക്ഷണിക്കപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. അവർക്കൊക്കെ അവസരം ലഭിക്കേണ്ടതായിട്ടുള്ളതിനാൽ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമ്മേളന പരിപാടികൾ എല്ലാവിധ ആശംസകളും ബ്രഹ്മശ്രീ സ്വാമി സൂര്യനാരായണ ദീക്ഷിതരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മദിനാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് കഴിഞ്ഞിരിക്കുന്നത്. സ്വാമിയുടെ ജീവിതം തന്നെ സ്വന്തം തപശക്തി മുമ്പിൽ സാമൂഹിക നന്മയ്ക്കും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വികസനത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ് ആ ജീവിതം. അതുപോലെ തന്നെ സാധാരണക്കാർക്ക് പൂജാധികാരികൾ അപ്രാപ്യമായിരുന്ന കാലത്ത് അത് ലളിതമായിട്ടും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് പഠിക്കത്തക്ക രീതിയിൽ അത് അവതരിപ്പിച്ചു കൊടുത്ത് വളരെയധികം ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനമാണ് സാധിച്ചിട്ടുണ്ട്. ഇന്ന് അവരിൽ പലരും പല മഹാക്ഷേത്രങ്ങളിലും ശാന്തിക്കാരും തന്ത്രിമാരും ഒക്കെയായി പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. അങ്ങനെ സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് പ്രവർത്തിച്ച സ്വാമിജിയുടെ ആ ജന്മദിനാഘോഷ പരിപാടികൾക്ക് കൊത്തല ഇളങ്കാവലമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൊത്തല ശ്രീദേവിദാസം ഹൈന്ദവ സംഘടനയുടെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. 24-ാം ജന്മദിന
ഇതിൻ്റെ നല്ല എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് ഞാൻ കൂട്ടത്തിലുണ്ടാവും. ഈ അവസരത്തിൽ എനിക്ക് ഈ ഒരു കാര്യത്തിൽ എന്നെ സഹകരിച്ച എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ശ്രീ സ്വാഗതം ശ്രീ വി എസ് നാഥനാഥ്, ബ്രഹ്മശ്രീ സത്യരാജ് നന്ദികൾ, ശ്രീമത് ജന്മദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ വി എൻ വാസവൻ, 124 ജന്മദിന ആഘോഷത്തിന് ഈ സമ്മാന അധ്യക്ഷത വഹിക്കുന്ന ശ്രീ സുനിൽ അതുപോലെ ഇതിനുവേണ്ട ആശംസകൾ അർപ്പിച്ചിട്ടുള്ള നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ ബ്രഹ്മശ്രീ സത്യരാജ് തന്ത്രി, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ, ക്ഷേത്ര വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആദ്യം കണ്ട് സ്വീകരണം എത്തുവാൻ ശ്രീ ഗാന്ധി അവർ, നമ്മുടെ ബഹുമാനിയായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ശിവരാജൻ, SNDP കോട്ടയം മുൻ കൗൺസിലർ ശ്രീ പി വി വിനോദ് അവർ, പുലപ്പ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി ആശാബിന്ദു, സെന്റ് ജോർജ് മോർത്തഡോക്സ് ചൂരപ്പുഴ വികാരി ഫാദർ അലക്സ് തോമസ് മാരുതി, SNDP യോഗം നാൽപ്പത്തിനാം പ്രഥമ ശാഖ പ്രസിഡന്റ് ശ്രീ പി കെ പുരുഷോത്തമൻ അവർ, ക്ഷേത്ര പ്രസിഡന്റ് ശ്രീ എം എൻ കുഞ്ഞിക്കണ്ണായ അവർ, അതുപോലെ മാറപ്പാട് NSS പ്രസിഡന്റ് ശ്രീ അജിത് മുണ്ടപ്പാപ്പൽ, പാമ്പാടി ശിവദർശന ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ പി കെ തങ്കപ്പൻ അവർ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഗോത്ര പ്രസിഡന്റ് ശ്രീ കെ ജെ രാധാകൃഷ്ണൻ അവർ, SNDP യോഗം പുലപ്പ ശാഖ പ്രസിഡന്റ് ശ്രീ എഡ്മോൻ എം കെ അവർ, SNDP യോഗം അരിക്കുടി ശാഖ പ്രസിഡന്റ് ശ്രീ കെ ആർ വിപിൻ അവർ, അതേപോലെ നമ്മുടെ ആഘോഷ കമ്മിറ്റി കൺവീനർ ശ്രീ വി എസ് രവീന്ദ്രൻ അവർ, വേദിയിൽ ഗുരുഷ്ഠരായിരിക്കുന്ന മറ്റ് വിവിധ സാമുദായിക മത സംഘടനാ ഭാരവാഹികൾ, സദസ്സിൽ ഗുരുഷ്ഠരായിരിക്കുന്ന ഗുരുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, വിവിധ മുൻപിൽ കന്യകമാർ, ദേവസ്വത്തിൻ്റെയും ശാഖയുടെയും ഭാരവാഹികൾ, എല്ലാ ഭക്തജനങ്ങളും, അതേപോലെ ഗുരുനാഥന്റെ ബന്ധുക്കളായിട്ട് ചർച്ചയിൽ എത്തിയിട്ടുള്ള ബന്ധുജനങ്ങൾ അഭിവാദ്യം ചെയ്യുന്നുണ്ട്. നമ്മുടെ അഭിമന്യ ഗുരുനാഥന്റെ 124ാമത് ജയന്തിയോടനുബന്ധിച്ചുകൊണ്ടുള്ള ഈ മഹാസമ്മേളനം ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പ്രസംഗിച്ച പല മതവ്യക്തികളും ഗുരുനാഥന്റെ ഉപകാരങ്ങൾ വാർത്തിക്കൊണ്ട് പ്രസംഗിക്കേണ്ടത്. എനിക്ക് അദ്ദേഹത്തിന്റെ ബാല്യകാല പ്രവർത്തനങ്ങളെ അധികമൊന്നും അറിയില്ല. ഞാൻ ഗുരുനാഥനെ കാണുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിലാണ്. ആ കാലയളവിൽ എല്ലാ ഞായറാഴ്ചയും ഞാൻ വരാറുണ്ടായിരുന്നു. അന്ന് ഇപ്പോൾ കാണുന്ന രീതിയിലുള്ള റോഡുകളോ അല്ലെങ്കിൽ പാലസൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 12ാം മൈലിൽ നമ്മുടെ നമ്മൾ കാൽനടയായിട്ടാണ് വന്ന ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് കുറേയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും പലരും ക്ഷേത്രത്തിലേക്ക്
നോക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത ആൾക്കാരും സ്വന്തമായി വാഹനം ഓടുമ്പോഴത്തേക്കോ ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ വരുന്നതോ അല്ലെങ്കിൽ അതുമായിട്ട് സഞ്ചരിച്ച് ഉള്ള പ്രവർത്തനം വേണ്ടുന്ന രീതിയിൽ കാണുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ നടന്നു വരുമ്പോൾ ചെരുപ്പ് പോലും ഇല്ല, നമുക്ക് ധരിക്കാൻ ചെരുപ്പ് പോലും ഇല്ലാത്ത അവസ്ഥ, ചെരുപ്പ് പോലും ഇല്ലാതെ കല്ലും മുള്ളും നടന്ന വഴികളിലൂടെയാണ് കാലത്ത് ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ദർശനം കഴിഞ്ഞു പോകുന്നത്. ഞാൻ പറയാ ആദ്യം കാണുന്നത് മാമ്പാടി ക്ഷേത്രത്തിൽ വെച്ചാണ്. 56-57 കാലഘട്ടത്തിലാണ് എൻ്റെ ഓർമ്മ. അന്ന് ഞാൻ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഗുരുവായൂരെ കാണിക്കുന്നത് ഗുരുവായൂർ ഗവസ്ഥകാരിയാണ്. അന്ന് എന്നെ വിളിച്ചു പറഞ്ഞിട്ട് ആ ലോകത്തിലെ ആശ എന്നാണ് പറഞ്ഞത്. അന്ന് ഗുരുവായൂർ തന്നെ ലോകത്തിലെ ആശ വെള്ളധാരിയുമായിട്ടാണ് ക്ഷേത്രത്തിൽ പോയി ശിഷ്യഗണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഞാൻ കാണുന്നു. അങ്ങനെ കണ്ട് ഗുരുവായൂർ പോയി അതിൻ്റെ കാലങ്ങളൊക്കെ കഴിഞ്ഞു. ഒരു നാടിനാകെ വെളിച്ചമായും ഐശ്വര്യമായും നിലകൊണ്ട് ജീവിക്കാൻ പണ്ഡിറ്റ് പെരുന്നാളിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നതിന് വേണ്ടി 124ാമത് ജന്മദിന പരിപാടികൾ അടുത്ത ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തയ്യാറായത് സൂര്യനാരായണ ദേവസ്വത്തിനെയും 405-ാമത് പത്തനംതിട്ട സിറ്റി ശാഖായോഗത്തെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. എൻ്റെ ചെറുപ്പകാലത്ത് കുട്ടപ്പസ്വാമി ഗ്രാമസാറൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ദേവിയും ഗുരുനാഥനുമായി ഒരുപാട് സമ്പർക്കം ഉണ്ടാകുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മുന്നോട്ട് പോകുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിപാടികൾക്ക് 4839 മാടപ്പാട് സിറ്റി ശാഖായോഗം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മാതൃ ശാഖ കൂടിയാണ്. 405-ാമത് മാടപ്പാട് സിറ്റി ശാഖായോഗം ഞങ്ങളുടെ ഈ സമ്മേളനത്തിൽ തുടർന്ന് നടക്കുന്ന ഒരു വർഷക്കാലം നിൽക്കുന്ന പരിപാടികൾക്കും എല്ലാവിധ വിജയങ്ങളും ശാഖായോഗത്തിൻ്റെ പേരിൽ ആശംസിച്ചുകൊണ്ട് എൻ്റെ ഗുരുനാഥൻ്റെ പാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. ഗുരുനാഥൻ സ്വാമിജിയുടെ 124ാമത് ജന്മദിനം ആഘോഷത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ജന്മദിനാഘോഷം ഒരു വലിയ ആഘോഷമാക്കി മാറ്റി ഒരു വർഷക്കാലത്തേക്ക് വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നത് നമുക്ക് സേവനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ ജന്മദിനം നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഭാഗമാക്കി മാറ്റുന്നതിൽ മറ്റ് സംഘടനകളെല്ലാം സഹായിക്കുന്ന ആനുകൂല്യങ്ങളും കഴിച്ച് ഈ ഒരു വർഷക്കാലത്തേക്ക് ഈ ജന്മദിനാഘോഷം പരിപാടി അതിസന്തോഷത്തോടെ മുന്നോട്ട് വന്ന് കൊണ്ടുപോകാനും ഞാൻ പ്രതിദാനം ചെയ്യുന്നതിൻ്റെ ശാഖ BPM ശാഖയുടെ എല്ലാ പ്രവർത്തകരും അതുപോലെ തന്നെ BPM ശാഖയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഈ ആഘോഷ പരിപാടിയിൽ പങ്കാളികളെന്ന് പുറത്തുനിന്ന് ഞാൻ ചാണ്ടിയമ്മ സാറ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിൽ നശിക്കാത്തതും എന്നും നിലനിൽക്കുന്നതുമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, സത്യം. ബ്രഹ്മജ്ഞാനികൾ ഈ സത്യത്തെ നിർവചിക്കുന്നത് ബ്രഹ്മം എന്നാണ്. ഈ ബ്രഹ്മം കോത്തലയ്ക്കും ശ്രീനാരായണപുരത്തിനും പകർന്നു നൽകിയ ആത്മീയ ആചാര്യനാണ് നമ്മളുടെ എല്ലാം ഗുരുനാഥൻ. ഈ വൈകിയ വേളയിൽ ഗുരുനാഥനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞാൽ തീരില്ല. എനിക്ക് മുൻപ് സംസാരിച്ച പലരും വളരെ വ്യക്തമായ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഗുരുനാഥന്റെ വ്യക്തിപ്രഭാവം
ഈ നാടിനെ മാത്രമല്ല ഈ പ്രദേശത്തെ എല്ലാ വ്യത്യസ്ത ജാതി മത ഭേദമന്യേ എല്ലാവരിലും ഒരു ആത്മീയ തേജസ് ഉണർത്തുന്നതിന് ഇടയായിട്ടുണ്ട്. അതിന് യാതൊരു സംശയവും ഇല്ല. ശ്രീനാരായണപുരം ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ കൂടാതെ മറ്റ് സാമുദായിക സംഘടനകളുടെയും സഹകരണത്തോടെ ഇവിടെ നടന്ന ഈ സമ്മേളനവും തുടർന്ന് ഇനി ഏതാണ്ട് ഒരു വർഷക്കാലം നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കട ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും കൂടാതെ പങ്കട നിവാസികളുടെയും എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ആശംസകളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഗുരുധർമ്മം ഇവിടെ എല്ലാവരിലും ആത്മീയ തേജസ് ഉണർത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ നിർത്തുകയാണ്. ഗുരുധർമ്മം ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. എൻ്റെ ബാല്യകാലവും വിദ്യാഭ്യാസവും ചെയ്യുവാൻ അവസരം കിട്ടിയ ഒരു വ്യക്തിയാണ്. അതായത് അച്ഛൻ്റെ വീട് ചേർത്തലയിലും അമ്മയുടെ വീട് അനക്കാടുമാണ്. 1978 നമ്മുടെ സമീപ സ്ഥലത്തുള്ള മാടപ്പാട്ട് ഞങ്ങൾ വന്ന് താമസിക്കുന്നത്. അപ്പം അന്ന് ഞാൻ കോട്ടയം ആറായി സെന്ററിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് ആണ് ഗുരുനാഥൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. അന്ന് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ മാധ്യമങ്ങളോ ഒന്നും ഇല്ലാത്ത സമയത്ത് കാൽനടയായും കഷ്ടപ്പെട്ടൊക്കെയാണ് അന്ന് ഗുരുനാഥൻ്റെ അടുത്ത് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അപ്പം അന്ന് കോട്ടയത്ത് നിന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ചെന്നാമത്ത് വളരെയധികം ആൾക്കാർ ഇറങ്ങുന്ന കണ്ട് ശ്രദ്ധിച്ചപ്പോഴാണ് തിരക്കപ്പോഴാണ് അറിയുന്നത് പിന്നെ ഇവിടെ സൂര്യനാരായണ വരുമെന്നാണ് പറയുന്നത്. സ്വാമിജിയുണ്ട്, സ്വാമിജിയെ കാണാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എഴുത്തുപുഴ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് നടന്നാണ് ആൾക്കാരിവിടെ അത് വന്നുകൊണ്ടിരുന്നത്. അപ്പം സ്വാമിയുടെ മാഹാത്മ്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിലാക്കാൻ അവസരം ലഭിച്ച ഒരു വ്യക്തിയെന്ന് കരുതി സ്വാമിയുടെ പ്രവർത്തനങ്ങൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ ആൾക്കാരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിന് അവർക്ക് അശരണരായവർക്ക് സങ്കടങ്ങൾ തീർക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്ത ഒരു മഹത് ആണ്. അപ്പം എനിക്ക് ഓർമ്മ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് 45 വർഷം മുമ്പാണ്. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ ഇവിടെ ആശ്രമത്തിൽ പോയി സ്വാമിയെ കാണാൻ പറ്റുക. അപ്പം അന്നത്തെ ആ സ്വാമിയുടെ ഉപദേശങ്ങൾ എത്ര നല്ല രീതിയിലുള്ള ആശയങ്ങളാണ് നമുക്ക് തന്നിരുന്നത് ആ കാലം എന്നുള്ളത് ഏറ്റവും പ്രോത്സാഹനമായ ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ രീതിയിൽ ഇന്നത്തെ നമ്മുടെ യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചിന്തിക്കപ്പെടും. ഇതുമാതിരിയുള്ള സ്വാമിമാരുടെ സേവനം ഇന്നത്തെ തലമുറയ്ക്ക് വളരെ അത്യന്താപേക്ഷമാണ്. അതിന് ഈ വരുന്ന തലമുറയ്ക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ സമ്മേളനത്തിലെ അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീനാരായണ ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ
എല്ലാവിധ ആശംസകളും ഈ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് വിവിധ പരിപാടികൾക്ക് അവരുടെ ക്ഷേത്ര പുനർനിർമ്മാണം അവരുടെ വിവിധ പരിപാടികൾക്ക് ഞങ്ങളുടെ ശാലയുടെ എല്ലാവിധ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ തുടക്കം കുറിക്കുന്ന ഈ ജന്മദിന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന ദേവസ്വം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വേദിയിൽ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വൈദിക ശ്രേഷ്ഠന്മാരെ വിനീതമായ നമസ്കാരം. ഈ അവസരത്തിൽ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. സമയക്കുറവാണ് എന്ന് സഹാ സെക്രട്ടറി സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സൂര്യപ്രകാരം തന്റെ ഗ്രഹങ്ങളാൽ ലോകത്തെ വിദ്യാലയങ്ങളെ പരിപോഷിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആധ്യാത്മിക രംഗത്ത് കൊത്തല മാത്രമല്ല, ഈ ദേശവും മാത്രമല്ല, ഇതിനുള്ളിൽ പോലുള്ള ഭക്തന്മാരെ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനുസരിച്ചുകൊണ്ട് സൂര്യ തേജസ്സിൽ വിജയം പ്രാപിച്ച ഗുരുനാഥന്റെ പാതാരങ്ങളിൽ പ്രാർത്ഥനാപൂർവ്വം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ഗുരുനാഥന്റെ അനുഗ്രഹാസം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു വർഷം വീട്ടിൽ നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളിൽ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാകണമെന്ന് ഗുരുനാഥന്റെ ശിഷ്യ പ്രശിഷ്യ വൈദിക സംഘടനയായ സൂര്യനാരായണ ഗുരുവും വൈദിക ശ്രീനാരായണ വൈദിക മിഷന്റെ ആശംസകളും പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ശാഖാ പ്രസിഡന്റ് ശ്രീ കെ കെ ഗോപി അവരുടെ ക്ഷണിക്കുന്നു. സ്വാമി സൂര്യനാരായണ ദീക്ഷിതരുടെ 124ാമത് ജന്മദിനം ഇന്ന് ഈ കോത്തരക്കരയിൽ വളരെ ഭക്തി ആദരപൂർവ്വം കൊണ്ടാടുകയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടികളും വരുന്ന തുലാമാസം അശ്വതി നാളിൽ ഗുരുനാഥൻ്റെ 125ാമത് ജന്മദിനം നമ്മൾ ഈ കേരളമാകെ അറിയപ്പെടുന്ന രീതിയിൽ നടത്താം എന്നുള്ള ഒരു ആലോചനയോടുകൂടിയാണ് ഇന്ന് ഈ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. മറ്റ് ഗുരുനാഥനെ പറ്റിയോ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയോ ഒന്നും തന്നെ പറയുന്നില്ല. സമയം വളരെയധികം കടന്നു പോയതിനാൽ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് കൊത്തല ശ്രീ സൂര്യനാരായണപുരം സൂര്യദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനുമായ സുനീഷ് ഗുരുകാരുണ്യം അവരുടെ ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും അഹേയമായ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു.
സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ രജിസ്ട്രേഷൻ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ സാർ അവരാണ്. അദ്ദേഹം വളരെ തിരക്ക് ഉള്ള ഒരു ദിവസമായിരുന്നു ബുക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ പറയുകയും ഏതായാലും ഗുരുനാഥൻ്റെ ജന്മദിനത്തിന് ഞാൻ കൃത്യമായി പങ്കെടുക്കും, മറ്റേത് പരിപാടിയും മാറ്റിവെച്ച് ഈ പരിപാടിയിൽ കൃത്യമായി തന്നെ എത്തിച്ചേരുമെന്ന് പറയുകയും സമയത്ത് തന്നെ പറഞ്ഞ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിക്ക് കൊത്തല 405 നമ്പർ SNDP സഹായത്തിൻ്റെയും 139 നമ്പർ SNDP ഒത്തുമോളിൻ്റെയും 93 നമ്പർ SNDP വനിതാ സംഘത്തിൻ്റെയും കുടുംബ യൂണിറ്റ് മൈക്രോ ഫൈനാൻസിൻ്റെയും കൊത്തല സൂര്യനാരായണപുരം സൂര്യദേവ ക്ഷേത്ര ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മൾ വളരെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ജന്മശതോത്തര ജഗത് ജൂബിലി ഉദ്ഘാടനവും അനുഗ്രഹ പ്രഭാഷണവും നടത്താമെന്ന് സമ്മതിച്ച ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെ ട്രസ്റ്റ് പ്രസിഡന്റും ഗുരുനാഥൻ്റെ വളരെ ബഹുമാനായ അറിയപ്പെടുന്ന ഗുരുനാഥൻ്റെ ഒരു ശിഷ്യനും കൂടിയായ ബ്രഹ്മശ്രീ സ്വാമി സച്ചിദാനന്ദ സ്വാമികൾ ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. കറുകച്ചാൽ വരെ ആയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ആ സ്വാമിജിയും കൊത്തല ശ്രീ സൂര്യനാരായണപുരം സൂര്യദേവ ക്ഷേത്ര ദേവസ്വം ഭരണസമിതിക്കും SNDP സഹയോഗത്തിനും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ നമ്മുടെ സമ്മേളനത്തിൽ വെച്ച് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വളരെയധികം ചെയ്തു തീർക്കേണ്ട കാലഘട്ടത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഘോഷ പരിപാടികളുടെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ ആലോചന എടുത്ത സമയത്ത് തന്നെ ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളെപ്പറ്റി ശാഖായോഗവും ദേവസ്വവും പോഷക സംഘടനകളും സംയുക്തമായി തന്നെ വിലയിരുത്തുകയും അത് മുന്നോട്ട് ഗുരുനാഥൻ്റെ 125ാമത്തെ ജന്മദിനം പൂർത്തീകരിക്കുന്ന ഈ സമയങ്ങളിൽ ഒരു വർഷത്തെ കാലത്തിനുള്ളിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കണം എന്നുള്ളൊരു ദൃഢപ്രതിജ്ഞയോടുകൂടിയാണ് അങ്ങനെ ആ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആദ്യ ഫണ്ട് സ്വീകരിക്കുകയും ചെയ്ത് ഈ ആഘോഷ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയും ചെയ്ത പുതുപ്പള്ളിയുടെ ആരാധനായ നേതാവ് ശ്രീ ചാണ്ടി ഉമ്മൻ അവർ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്ന അവസരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. ശിവഗിരിയായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി വിദേശത്ത് പോകേണ്ടതാൽ 27-ാം തീയതി പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏതെങ്കിലും എൻ്റെ പിതാവ് ഗോത്ര സ്വാമിയെ വന്ന് കണ്ട് അനുഗ്രഹം വാങ്ങി ആ പാവത്തിൽ പിന്തുടരാൻ വേണ്ടി ശിവഗിരി മംഗളമായിട്ട് ആലോചിച്ചിട്ട് ഒരു ദിവസം കൂടെ മുന്നോട്ട് നീട്ടി ഗോത്ര സ്വാമിയുടെ ജന്മദിനത്തിന് എത്തുമെന്ന് ഉറപ്പു തരുന്നു. ആ വാക്ക് വായിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ശ്രീ ചാണ്ടി ഉമ്മൻ അവർക്ക് ശാഖായോഗത്തിൻ്റെയും പോഷക സംഘത്തിൻ്റെയും കൊത്തല സൂര്യനാരായണപുരം സൂര്യദേവ ക്ഷേത്ര ദേവസ്വത്തിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരെയും പേരിൽ ഈ യോഗത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യമായി എത്തിച്ചേരുമെന്ന് പറയുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ആഘോഷ കമ്മിറ്റിയെ വിളിച്ച് വരുവാൻ ബുദ്ധിമുട്ടുണ്ട്. ചികിത്സ സംബന്ധമായ കാര്യങ്ങളിൽ തൃപ്പൂണിത്തറ ആയുർവേദ
ഇനി ഒരു വർഷം നീണ്ടിരിക്കുന്ന ആഘോഷ പരിപാടി നടക്കുന്ന സമയങ്ങളിൽ ഏതെങ്കിലും പരിപാടി എൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവും എന്ന് ഉറപ്പ് തരികയും ചെയ്ത മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവർ മിസോറാം മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരൻ അവർക്ക് ഈ ആഘോഷ കമ്മിറ്റിയുടെയും SNDP സഹയോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പോഷക സംഘടനയുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും മാർഗദർശിയായും എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മോടൊപ്പം തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൂരപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീല ചെറിയാൻ നമ്മൾ ചെന്ന് കണ്ട അവസരത്തിൽ നമ്മളോട് പ്രവർത്തിക്കുകയും നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയും ക്ഷേത്രത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്രത്തിൻ്റെ മറ്റു ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ പഞ്ചായത്ത് തലത്തിൽ നീക്കിത്തരേണ്ട പ്രവർത്തനങ്ങൾക്കും മുന്നിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി ഷീല ചെറിയ അവരുടെ ആഘോഷ കമ്മിറ്റിയുടെയും ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും നിങ്ങളുടെയും എല്ലാം പേരിൽ ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. വാർഡും പൂരപ്പുറ ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡുമായ ശ്രീമതി വാർഡ് മെമ്പറുമായ ശ്രീമതി ആശ പിന്നോ അവരാണ് ഈ ശാഖായോഗത്തിൻ്റെ അംഗവും. ഏതാണ്ട് ആഘോഷ കമ്മിറ്റിയുടെ തുടക്കം മുതൽ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊത്ത് സഹകരിച്ച് ഇന്നലെയും ഇന്നലെ രാത്രി ഫുള്ളായിട്ടും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് പ്രവർത്തിച്ച് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന ആശാപിയും അവർക്ക് ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളു. അതുപോലെ തന്നെ SNDP യോഗത്തിൻ്റെ കോട്ടയം യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ VM ശശി അവരാണ്. അദ്ദേഹം എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറവ് തന്നെയാണ്. എല്ലാ യോഗങ്ങളിലും എല്ലാ ഗുരുനാഥൻ്റെ ജന്മദിനങ്ങളിലും ഗുരുനാഥൻ്റെ സമാധി ദിന ആചരണങ്ങളിലും വളരെ ഗുരുനാഥൻ്റെ ഇതിനെപ്പറ്റി വളരെ വിശദമായി പറയുകയും അറിവ് വളർത്തുകയും ചെയ്ത അദ്ദേഹം ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്നിവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനും ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ഞങ്ങളുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് തെറ്റോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തിരുത്തി തരുവാൻ ഞങ്ങളെ ഒപ്പം സഹായിച്ചുകൊണ്ടിരിക്കുന്ന കോട്ടയം SNDP യൂണിയൻ്റെ കൗൺസിലറും കിഴക്കൻ മേഖല ചാർജ് വഹിക്കുന്നതുമായ PV വിനോദ് അവരാണ്. ഈ ശാഖയുടെ ഒരംഗം കൂടി പറയാം. അദ്ദേഹം ഈ സഹായത്തിൻ്റെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളു. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് സമീപത്തിൻ്റെ ക്ഷേത്രവും ഇലക്കാട്ടുന്ന പള്ളിയും വളരെ ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏത് പള്ളിയിൽ ഏത് കാര്യം വന്നാലും ക്ഷേത്രത്തിൽ എന്ത് കാര്യം വന്നാലും പള്ളിയായിട്ടും ക്ഷേത്രമായിട്ടും അതിൻ്റെ പ്രവർത്തകരും വികാരിയും ഒക്കെയായിട്ട് ഗുരുനാഥന് വളരെയധികം ബന്ധങ്ങളും കടപ്പാടുകളുമുണ്ട്. ഈ പള്ളിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഗുരുനാഥൻ്റെ കയ്യിൽ നിന്നും കൈനീട്ടമായി വന്ന് അവരുടെ വികാരിയും അവരുടെ ഭരണസമിതികളും വന്നിട്ട് കൈനീട്ട വാങ്ങിയാണ് അവരുടെ പണികൾ ആരംഭിച്ചത്. നമ്മുടെ ഈ ക്ഷേത്രവും പള്ളിയായിട്ടും വളരെയധികം ഉറച്ച വിശ്വാസത്തിൽ കൊണ്ടുനടക്കുന്നതിനാൽ ആ വികാരി അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നു. അവരുടെ ഇടവേൽപ്പെട്ട നല്ലൊരു ശതമാനം ആൾക്കാരും നമ്മൾ ക്ഷണിച്ചതുപോലെ ഈ ജന്മദിന സമ്മേളനത്തിലും ജന്മദിന പരിപാടികളിലും സജീവമായി പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. ആ അച്ഛനും വികാരി അച്ഛനും ഇടവ അംഗങ്ങൾക്കും വർത്തന 450 ശാഖായോഗത്തിൻ്റെയും സൂര്യദേവക്ഷേത്ര ഭരണസമിതിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ തോളോട് തോളിൽ പ്രവർത്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ നിർദ്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്ന വർത്തന ഭൗതികശാസ്ത്രത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമാൻ ഉണ്ണികൃഷ്ണൻ അവരാണ്. അദ്ദേഹത്തിനും ഈ ആഘോഷ കമ്മിറ്റിയുടെ
മാറപ്പാട് കരയോളത്തിൻ്റെ പ്രസിഡന്റും മാറപ്പാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റുമായ അജിത് മുണ്ടപ്പളാക്കരോട് അത് കഴിഞ്ഞ് വളരെയധികം തിരക്കുണ്ട് എന്ന് പറയുകയും എങ്കിൽ തന്നെയും ഈ ക്ഷേമ സംഘത്തിൻ്റെ എത്തിച്ചേരുകയും ചെയ്ത അദ്ദേഹത്തിനും ഈ സഹായത്തിൻ്റെയും ആഘോഷ കമ്മിറ്റിയുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ യസംപുരം ദേവസ്വത്തിന്റെ ബഹുമാനായ സെക്രട്ടറി ശ്രീ പി.ടി. ബിജുമോൻ ഈട്ടിക്കരവരാണ് ഈ ചടങ്ങ് നടത്തേണ്ട ആളുകൂടിയും ആയതിനാൽ രേഖപ്പെടുത്തുന്നത് ഈ യോഗത്തിന്റെ പേരുള്ള ഒരു കൃതജ്ഞതയെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെയും ഈ യോഗത്തിന്റെ കൃതജ്ഞത അറിയിക്കുന്നു. SNDP ശാഖായോഗത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ഈ പ്രസിഡന്റും ആഘോഷ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനായ ശ്രീ P.K. പുരുഷോത്തമനോട് അദ്ദേഹത്തിന് നമ്മൾ രേഖപ്പെടുത്തുന്നത് അല്ല എങ്കിൽ തന്നെയും ഈ യോഗത്തിന്റെ പേര് നിങ്ങൾ ഓരോരുത്തരുടെ പേര് ഞാൻ അധികമായ രേഖപ്പെടുത്തിക്കൊള്ളു. പാമ്പാടി ശിവക്ഷേത്രത്തിന്റെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ തങ്കപ്പൻ ശാന്തി അവർ നേരിട്ട് കാണാൻ പോലും സാധിക്കില്ല. പലതവണ കാണാൻ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുകയും ഗുരുനാഥനും പാമ്പാടി ശിവക്ഷേത്രത്തോടുള്ള ബന്ധം അദ്ദേഹത്തിന് വളരെയധികം അറിയാവുന്ന ആളാണെങ്കിൽ ഈ ക്ഷണം ഇവിടെ എത്തിച്ചേർന്ന തങ്കപ്പൻ ശാന്തി അവർക്ക് സൂര്യനാരായണ ദേവസ്വത്തിൻ്റെയും ഗോത്ര നാനൂറ്റിയെല്ലാം നമ്മൾ SNDP ശാഖയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ഗോത്ര ശാഖയുടെ സെക്രട്ടറി ബഹുമാനായ ശ്രീ K. രാധാകൃഷ്ണൻ അവർ രാവിലെ തന്നെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും നമ്മോടൊത്ത് സ്വീകരിക്കുകയും നല്ല അവരുടെ സഹകരണം 100% ഈ ഒരു വർഷക്കാലം ലഭിക്കുന്ന ആഘോഷ പരിപാടി ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്ത അദ്ദേഹത്തിന് ആഘോഷ കമ്മിറ്റിയുടെയും ദേവസ്വത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിക്കും. അതുപോലെ തന്നെ രാഘവൻ തക്കാമ്പറമ്പിൽ VPS നമ്പർ 99 ഗോത്ര ശാഖായോഗം പ്രസിഡന്റ് കൂടിയാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നു. ദൈനംദിന കാര്യങ്ങളും ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുകയും ക്ഷേത്ര ദർശനത്തിനൊക്കെയാണെങ്കിൽ നമ്മളോട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിക്കുകയും ചെയ്ത ശ്രീ രാഘവൻ തക്കാമ്പറമ്പിലൊക്കെ ഗോത്ര 405 നമ്പർ സഹായത്തിൻ്റെയും ഈ ആഘോഷ കമ്മിറ്റിയുടെയും ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. CG സാജു അവരുടെ പാമ്പ കൊള്ള SNDP ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റാണ്. ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ എത്തി ഈ ആഘോഷ പരിപാടിയിൽ പങ്കാളിയായ പങ്കട ശാഖയിൽ നിന്ന് വളരെയധികം അംഗങ്ങളെ കൂട്ടി ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ആഘോഷ കമ്മിറ്റിയുടെ പേരുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. KM ഷാജിമോൻ പാമ്പാടി SNDP ശാഖായോഗത്തിന്റെ ബഹുമാനായ പ്രസിഡന്റാണ്. ഇവിടെ ഏത് പരിപാടികളിലും സംബന്ധിക്കുകയും ശാഖായോഗത്തിൻ്റെ എല്ലാ കൂട്ടായ്മയും ദേവസ്വത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും ഉദാഹരണത്തിനും പക്വനും കൂടിയായ അദ്ദേഹത്തിന് ആശംസ അർപ്പിക്കാൻ സമയം കിട്ടിയില്ല. അദ്ദേഹം ജോലി ഉള്ളിലും സമ്മേളനത്തിൽ പങ്കെടുക്കുകയും പേരിൽ വരികയും ചെയ്ത അദ്ദേഹത്തിന് ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിച്ചു. കേരള മാനവിക വൈശ്യസംഘം പൂരോപ്പുഴ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ N. ടിവിൻ L. ശിവദാസൻ ചെട്ടിയാർ അവരാണ്. അതും മുമ്പ് പറഞ്ഞ
ഞാൻ ഈ കൃത്യമായി യോഗത്തിൽ സംബന്ധിക്കുമെന്ന് ഞങ്ങളെ അറിയിക്കുകയും ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്ത അദ്ദേഹത്തിന് ഈ ആവശ്യപ്പെട്ടവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. പ്രവർത്തനത്തോട് ആ ക്ഷണം സ്വീകരിക്കുകയും ഈ ശാഖയിലെ അംഗങ്ങളെന്ന നിലയ്ക്ക് ഇവിടെ അയ്യൂരി ശാഖയിൽ നിന്ന് വളരെയധികം അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഈ ശാഖയുടെ പേരിലും ആഘോഷ കമ്മിറ്റിയുടെ പേരിലും നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആ യോഗത്തിൽ സംബന്ധിച്ച ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ KR രവീന്ദ്രനോട് ആഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഗുരുനാഥന്റെ ഒരു ശിഷ്യനും ഈ ക്ഷേത്രത്തിലെ ഒരു വൈദികനും ഗുരുനാഥന്റെ ശിഷ്യത്വം സ്വീകരിച്ച് വളരെ വൈദിക പരിഷത്തിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ കൃഷ്ണശാന്തി അവരാണ് നമുക്ക് വേണ്ടി എല്ലാ മാർഗനിർദ്ദേശങ്ങളും യഥാസമയങ്ങളിൽ തരികയും ഗുരുനാഥന്റെ അറിവുകൾ എന്തെങ്കിലും നമുക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പകർന്നു തരികയും ചെയ്തു ഒരു ഉപദേശം വന്നുകൊണ്ടിരിക്കുന്ന ശ്രീ കൃഷ്ണശാന്തി അവർക്ക് അദ്ദേഹത്തിന് ഈ ആഘോഷ കമ്മിറ്റിയുടെയും ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പേരുള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് ഭരണാസവും യൂത്തുമോഹൻ്റെ പ്രസിഡന്റുമാരാണ്. അവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും ഈ യോഗത്തെ സംബന്ധിച്ച മുഴുവൻ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നതോടൊപ്പം ഈ ആഘോഷ പരിപാടികളോട് സഹകരിച്ച ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചുള്ള മറ്റ് സഹായങ്ങൾ ചെയ്യുന്ന ആർത്തി വെക്കാനായിട്ട് സംഭാവന അല്ലെങ്കിൽ ആർത്തി സ്പോൺസർ ചെയ്ത നമ്മുടെ വയോജന കുടുംബയോഗം, ഗുരുകുർവ കുടുംബയോഗം, സൂര്യനാരായണ ഈശ്വര കുടുംബയോഗം, ശക്തീകരണ യൂണിറ്റ് കുടുംബയോഗം, അതുപോലെ തന്നെ നമ്മുടെ സുഭാഷ് ദേവതയം ടിപ്പർ സുഭാഷ് ദേവതയം ഇവർക്കൊക്കെ ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ വളരെയധികം പഞ്ചത്തിന് വേണ്ടി വളരെയധികം ബോർഡുകൾ ഓരോ വ്യക്തികളെയും എടുത്തു പറയുന്ന ബോർഡുകൾ ചെയ്ത് തന്ന അതിൻ്റെ ആ ബോർഡ് സംഭാവനയായി ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്ന മുഴുവൻ വ്യക്തികൾക്കും ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും പ്രത്യേകിച്ച് ആഘോഷ കമ്മിറ്റിക്കുള്ള നന്ദി അറിയിക്കുന്നു. മുന്നോട്ടും അവിടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അതുപോലെ വരണാസുഖം ഈ ശാഖയുടെ പ്രവർത്തനങ്ങളിൽ അത്താണിയായിട്ട് പ്രവർത്തിക്കുന്ന 193 വർഷത്തേക്ക് വരണാസുഖത്തെ സംബന്ധിച്ചോളം വളരെയധികം പ്രവർത്തിക്കാതിരിക്കാൻ കഴിയാം. ആഘോഷ കമ്മിറ്റിയായിട്ട് ആഘോഷ കമ്മിറ്റി രൂപപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ അവരിൽ നിന്നും നമുക്കുണ്ടായ സഹകരണവും പ്രവർത്തനങ്ങളും വളരെ മെച്ചപ്പെട്ടതായിരുന്നു. ഞങ്ങൾക്ക് വളരെ മാതൃകാപരമായി തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങളും മുഴുവൻ പകൽ ബുദ്ധിമുട്ടി ആഘോഷ കമ്മിറ്റിക്ക് ഒപ്പം തോളിയോട് പ്രവർത്തിക്കുന്ന 93 വർഷത്തേക്ക് ഭരണാസംഘത്തിൻ്റെ മുഴുവൻ ഭരണസമിതികളുണ്ടും അവരോട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന ഭരണാസംഘത്തിലെ മുഴുവൻ അംഗങ്ങളും ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരുള്ള നന്ദി അറിയിക്കുന്നു. 139 വർഷത്തേക്ക് യുവത്വമോട് വളരെ സജീവമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. രാവിലെ ഈ ആഘോഷ കമ്മിറ്റികളിലും പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളിത്തം വഹിച്ച് എല്ലാ പ്രവർത്തനങ്ങളിലും കഷ്ടപ്പെട്ട് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന 139 വർഷത്തേക്ക് യുവത്വമോട് അവർക്കും അതിൻ്റെ ഭരണസമിതികളും ആഘോഷ കമ്മിറ്റികളുടെ നന്ദി അറിയിക്കുന്നു. മൈക്രോ യൂണിറ്റ്, കുടുംബ യൂണിറ്റുകളെ കുടുംബ യൂണിറ്റിൻ്റെ കൺവീനർമാർ, യോഗ കൺവീനർമാർ, മൈക്രോയുടെ കൺവീനർമാർ, യോഗ കൺവീനർമാർ, ബാലസംഘം, ഉമ്മാരി സംഘം, അതുപോലെ തന്നെ ബാലവേദിയിലെ വിദ്യാർത്ഥികൾ, അവരൊക്കെ വരുമ്പോൾ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ ഏറ്റെടുത്ത് ഏത് പരിപാടികളിലും പങ്കാളിത്തമാവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ച മുഴുവൻ അംഗങ്ങൾക്കും ശാഖായോഗത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ആഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. വളരെ കഷ്ടപ്പെട്ട
ഒന്ന് പങ്കാളിത്തം വഹിക്കണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുക്കുകയും ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പറഞ്ഞ മുഴുവൻ ആൾക്കാർ നാനാജാതി മതസ്ഥർ ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈ ആഘോഷ പരിപാടിയെ സംബന്ധിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും ആരുടെയും പേരുകളോ പ്രസ്ഥാനത്തിൻ്റെ പേരുകളോ എടുത്തുകയില്ല. മുഴുവൻ അംഗങ്ങൾക്കും 400 സംഘടിപ്പിച്ച സഹായത്തിൻ്റെയും സൂര്യനാരായണ ദേവസ്വത്തിൻ്റെയും പോഷക സംഘങ്ങളുടെയും പ്രത്യേകിച്ച് ഒരു വർഷം നീണ്ടിരിക്കുന്ന ആഘോഷ കമ്മിറ്റിയുടെ പേരുള്ള നന്ദി പ്രത്യേകമായിട്ട് ഓരോരുത്തരെയും അറിയിക്കുന്നു. ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ എത്തിയ നിങ്ങളുടെ ഓരോരുത്തർക്കും അതുപോലെ സഹായത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റികളുടെ യൂണിയൻ കമ്മിറ്റി അംഗം ജയപ്രകാശ്, ശാഖ വൈസ് പ്രസിഡന്റ് ഇവരൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെയധികം മുൻകൂർ സഹായങ്ങൾ നൽകി തന്ന വളരെ വ്യക്തികളുമായ വ്യക്തികളുടെ ഈ വേദിയിൽ തന്നെയുള്ള ഈ സദസ്സുകളുണ്ട്. അവരെയൊക്കെ നമ്മൾ പേരെടുത്ത് പറയുന്നത് വളരെ മോശമാണ് എന്ന് പറയാൻ ഞങ്ങളെപ്പോലുള്ള എല്ലാ സഹായ സഹകരണങ്ങൾ ചെയ്തെന്ന മുഴുവൻ അംഗങ്ങളെയും ഈ ആഘോഷ കമ്മിറ്റിയുടെ അംഗീകൃതമായി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളും. അതുപോലെ തന്നെ ഗുരുനാഥൻ്റെ സ്വന്തക്കാർ വീട്ടുകാർ ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കാണാൻ കഴിഞ്ഞ വർഷം ഒരു ജന്മദിനത്തിന് പോകുന്നു. അന്നേരം സമാധാന ആചരണത്തിനും വന്നു, ജന്മദിനത്തിനും വന്നു. അതുകൊണ്ട് അന്നേരമൊക്കെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ചേർത്തയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന ഗുരുനാഥൻ്റെ കുടുംബാംഗങ്ങളെ സൂര്യനാരായണനും സൂര്യദേവ ക്ഷേത്ര ഭരണസമിതിക്ക് വേണ്ടിയും സഹായോഗത്തിന് വേണ്ടിയും ഈ ആഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും അവരെ ഓരോരുത്തരെയും പേരുകൾ എടുത്തു പറയാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ ഓരോ അംഗത്തിനും ഈ മേളത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ അംഗങ്ങൾക്കും ഈ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ഈ പരിപാടികളെ നന്ദി അറിയിക്കുന്നു. ഇനി മുന്നോട്ട് ഒരു വർഷക്കാലം തുടർന്ന് ഉള്ള പ്രവർത്തനങ്ങൾ സഹായത്തിൻ്റെയും ആവശ്യപ്പെടുന്നതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ നീട്ടി പറഞ്ഞത് സ്വാമി പാമ്പാടി കഴിഞ്ഞു. പാമ്പാടിയിൽ നിന്ന് സ്വാമി കുളനല്ലി എത്തിച്ചേരും.
ബ്രഹ്മചാരി ആയിരുന്ന അവസരത്തിൽ തന്നെ സച്ചിദാനന്ദ സ്വാമികൾ ഇവിടെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഗുരുനാഥനുമായിട്ട് വളരെയേറെ അടുത്ത ബന്ധമാണ് സ്വാമികൾക്കുള്ളത്. ഇവിടെ ഒരുപാട് ദിനത്തിലെ ശാന്തി ഗുരു എന്ന് എഴുതിയ വിഗ്രഹ പ്രതിഷ്ഠ അവസരത്തിലും സ്വാമിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലുമായിട്ട് നടത്തിയുള്ള പരിപാടികളൊക്കെ തന്നെ സ്വാമിയുടെ സാന്നിധ്യവും ഉപദേശവും ലഭിച്ചിട്ടുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ ഏറെ ഉപയോഗമാണ് സ്വാമികൾ. നല്ലൊരു ഗ്രന്ഥകർത്താവ് എന്ന നിലയിലെ ധാരാളം പുസ്തകങ്ങൾ, പ്രത്യേകിച്ചും ശ്രീനാരായണ ദർശനങ്ങളെ കുറിച്ച് ധാരാളമായ പുസ്തകങ്ങൾ സ്വാമികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കാൻ മാത്രമേ ശരിയായ ഗുരുദേവ ദർശനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ സ്വാമിയുടെ പ്രഭാഷണം നല്ല ഒരു പ്രഭാഷണമാണ് സ്വാമിജി. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശ്രീ സാലു ശാന്തി അവരുടെ നേതൃത്വത്തിൽ എനിക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരണം ഒരുക്കുകയും നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി എന്നെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഞാൻ വാസ്തവത്തിൽ ഇവിടെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ച് അങ്ങനെ സ്വീകരിക്കപ്പെടേണ്ട ഒരാളാണോ എന്ന് അറിയില്ല. ധർമ്മസംഘത്തിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ ആയിരിക്കാം അങ്ങനൊരു സ്വീകരണം പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുവാൻ ഭാരവാഹികൾ, സംഘാടക സമിതി പ്രവർത്തകരൊക്കെ തയ്യാറായി. എന്നെ സംബന്ധിച്ച് ഞാനിവിടെ ഒരു 10-40 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ ആധ്യാത്മിക സങ്കേതവുമായി വളരെ അടുത്ത് പരിചയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സൂര്യദീക്ഷിത സ്വാമികൾ ഇവിടെ ഉണ്ടായിരുന്ന കാലയളവിൽ ഞാൻ ധാരാളം പ്രാവശ്യം ഇവിടെ വന്ന് താമസിക്കുകയും ഗുരുനാഥനുമായിട്ട് സംസാരിക്കുകയും ആധ്യാത്മികവും വൈദികവും സാമൂഹികവുമൊക്കെയായ വിഷയങ്ങളെക്കുറിച്ച് സുദീർഘമായി ചർച്ച ചെയ്യുകയുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നടക്കുന്ന ഉത്സവത്തിൽ ഞാനൊരു സ്ഥിരം പ്രാസംഗികനായിരുന്നു. ഏതാണ്ടൊരു 8-10 വർഷക്കാലം മുടങ്ങാതെ ഒരു വർഷം 2-3 പ്രസംഗങ്ങൾ ഞാനിവിടെ വന്ന് താമസിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പിന്നീട് ഗുരുനാഥൻ്റെ സമാധി വന്നപ്പോൾ ആ സമാധി ചടങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതിനുശേഷം കൂടുതലായി ഇവിടെ വന്ന് പോയിട്ടില്ല. ഏതാണ്ട് 1-2 പ്രാവശ്യമേ ഇവിടെ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ
ശിവഗിരി മഠത്തിലെ അംഗം എന്ന നിലയിൽ കൃത്യാന്തര ബാഹുല്യത കൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ മുഴുകിക്കഴിഞ്ഞപ്പോൾ ഗുരുദേവ സന്ദേശ പ്രചരണാർത്ഥം കേരളത്തിനകത്തും പുറത്തുമൊക്കെ സഞ്ചരിച്ച് മുന്നോട്ട് പോയ ഒരു പരിതസ്ഥിതിയാണ് ഉണ്ടായത്. പിന്നെ ക്ഷേത്രത്തിൻ്റെയും SNDP ശാഖയുടെയും ഭാരവാഹികളും എന്നെ ക്ഷണിക്കുന്നതിലും ഇവിടുത്തെ ചടങ്ങുകളിലൊക്കെ പങ്കാളികളാക്കുന്നതിലും അവരും വലിയ താല്പര്യമൊന്നും എടുത്ത് കണ്ടിരുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുവാൻ ഇത്ര കാലതാമസം ഉണ്ടായത് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോഴെങ്കിലും ഞാൻ ഈ ശതോത്തര ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നത് ഇന്നത്തെ പ്രസിഡന്റ് സുനീഷിൻ്റെയും മറ്റും പ്രത്യേക താല്പര്യം കൊണ്ടാണ് എന്ന് പറയാതിരിക്കുവാൻ നിവൃത്തി. ഏതായാലും വീണ്ടും ഇവിടെ വരാനും നിങ്ങളെ എല്ലാവരെയും കാണുവാനും പഴയ ആത്മബന്ധം പുലർത്തുവാനും പുതുക്കുവാനും സാധിച്ചതിലുള്ള വലിയ സന്തോഷവും. ഞാൻ എത്താൻ വളരെ വൈകിയെങ്കിലും സമ്മേളനം നിങ്ങൾ പരമാവധി നീട്ടിക്കൊണ്ട് പോകാൻ ശ്രമം ചെയ്തുവെങ്കിലും സമ്മേളനത്തിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് ഞാനിവിടെ വന്നു ചേർന്നത്. ഇപ്പോൾ ഒരു പ്രഭാഷണത്തിൻ്റെ സമയമല്ല. നിങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അന്നം ബ്രഹ്മേരി വജാനാഥ അന്നാധ്യേവ ഖലിമാനി ഭൂതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി. അന്നം ബ്രഹ്മമാണ്. അന്നം നിന്ദ്യാതെ, അന്നത്തെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല. ജീവികളൊക്കെ നിലകൊള്ളുന്നത് അന്നത്തിലൂടെയാണ്. അതുകൊണ്ട് അന്നം ഇവിടെ വിളമ്പി വച്ചിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ വിശന്നിരിക്കുന്ന ഹൃദയങ്ങളോട് വയറുകളോട് സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല, അനുചിതം. അതുകൊണ്ട് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാനിവിടെ പ്രവേശിക്കുന്നില്ല. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊരാത്മീയ കേന്ദ്രമാണ്. ഒരാത്മീയ കേന്ദ്രം എന്ന നിലയിൽ സൂര്യനാരായണ ദീക്ഷിത സ്വാമി ഈ സ്ഥാപനത്തെ എങ്ങനെയാണോ നടത്തിക്കൊണ്ട് പോയത് അതിൻ്റെ ചൈതന്യത്തിന്, അതിൻ്റെ മഹിമാവിശേഷത്തിന് കുറവ് തട്ടാത്ത രൂപത്തിൽ ഭക്തജനങ്ങളായ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെല്ലാവരും പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിത ചേതസ്സുകളായി നിന്ന് പ്രവർത്തിക്കും. നമ്മുടെ രാജ്യത്ത് ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട്. ക്ഷേത്രങ്ങൾ ധാരാളമുണ്ട് എങ്കിലും ആത്മീയ കേന്ദ്രങ്ങളോടുകൂടിയ ക്ഷേത്രങ്ങൾ കുറവാണ് എന്ന് കാണാം. ഈ കോത്തല യശൻപുരം സൂര്യനാരായണ ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള സവിശേഷത ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഇതൊരു ആത്മീയ സങ്കേതം കൂടിയാണ്. 1000 ക്ഷേത്രങ്ങളിൽ പോയി ഭജിക്കുന്നതിൻ്റെ പ്രാധാന്യം ഒരാത്മീയ സങ്കേതത്തിലുള്ള ക്ഷേത്രത്തിൽ പോയാൽ ലഭിക്കുമെന്നാണ് അധ്യാത്മശാസ്ത്രങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ 1000 പ്രാവശ്യം എത്രയും വലിയ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുത് ഭജിച്ച് പ്രാർത്ഥിച്ചാൽ കിട്ടാവുന്ന പുണ്യം ഒരാത്മീയ സങ്കേതത്തിൽ നമ്മൾ ചെന്നാൽ ലഭിക്കും. ഇപ്പോൾ ശിവഗിരിയിലൊക്കെ ഗുരുദേവൻ്റെ ആശ്രമങ്ങളിലൊക്കെ നാം ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന അനുഭൂതി, അനുഗ്രഹം അത്രയേറെ മഹത്തരം. അങ്ങനെയുള്ളൊരു മഹത്തരമായ അനുഭൂതി, ഒരനുഗ്രഹ വിശേഷം ഇവിടെ വന്നാലും നിങ്ങൾക്കെല്ലാം സംലബ്ധമാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധമായ സംശയം. സൂര്യനാരായണ ദീക്ഷിത സ്വാമികളുടെ വാത്സല്യഭാജനമായിരുന്ന നിരവധി ഭക്തജനങ്ങൾ, വിശ്വനാഥൻ ശാന്തിയും അതുപോലെ
സാലു ശാന്തിയും ഹരിദാസും ഒക്കെ അടക്കമുള്ളവർ നിരവധി ആളുകൾ ഇവിടെയുണ്ട്. ചാലക്കുടിയിൽ ഗായത്രി ആശ്രമത്തിൽ വീണ്ടും വീണ്ടും വന്ന് പോയിക്കൊണ്ടിരിക്കുന്ന തങ്കമ്മ ഈ ആശ്രമത്തിലെ ഏറ്റവും അടുത്ത ഭക്തയും ആരാധികയുമാണ്. അവർക്കൊക്കെ അന്തരാത്മാവിലുള്ള ഈ ആത്മീയ സങ്കേതവുമായിട്ടുള്ള പ്രഗാഢമായ ഭക്തിയും വിശ്വാസവും അത് വാക്കുകൾക്കൊക്കെ അതീതമാണ്. ഈ ആശ്രമ സങ്കേതത്തിൽ നാം വന്ന് പ്രവർത്തിക്കുമ്പോൾ ജീവിതത്തിൽ സംശീകരിക്കേണ്ട ഏറ്റവും മഹത്തരമായ സന്ദേശം മനുഷ്യ ജീവിതത്തിൻ്റെ പരമമായ പുരുഷാർത്ഥം ഈശ്വരനെ അറിയുക, ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളതാണ്. ഈ ആശ്രമ ആധ്യാത്മിക സങ്കേതത്തിലെ ദർശനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പരമമായ ഈശ്വര അനുഭൂതി, ഈശ്വര സാക്ഷാത്കാരം നേടണമെന്നുള്ള ആഗ്രഹം നിങ്ങളിൽ ശക്തമായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹ വിശേഷം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിങ്ങനെയുള്ള 4 ആശ്രമങ്ങളിൽ 4 ആശ്രമികൾക്കും പരമപുരുഷാർത്ഥമായത് ഈശ്വര സാക്ഷാത്കാരം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ധർമ്മവും അർത്ഥവും കാമവുമുണ്ട്. അത് 3ഉം പരമ്പരാ കാരണമാണ്. പരമകാരണമായിരിക്കുന്നത് പരമമായി പ്രാപിക്കേണ്ടത് മോക്ഷത്തെയാണ്. ഗൃഹസ്ഥാശ്രമികളായിരിക്കുന്ന നിങ്ങൾ, കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ, ജീവിതത്തെ നയിക്കേണ്ടത് അടിസ്ഥാനപരമായി ധർമ്മത്തിലൂന്നി നിന്നുകൊണ്ടാണ്. ധർമ്മത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അർത്ഥവും കാമവും നേടണം. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനമാണ്. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങൾ. ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ട്. ഭാര്യ വേണം, ഭർത്താവ് വേണം, മക്കളുണ്ടാകണം, ജോലി ഉണ്ടാകണം, വീടുണ്ടാകണം, സ്വത്തുണ്ടാകണം, രോഗങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ പാടില്ല. ഇങ്ങനെ അനേകം ആഗ്രഹങ്ങളുണ്ട്. അതൊക്കെയാണ് കാമങ്ങൾ എന്ന് പറയുന്നത്. ധർമ്മത്തിലൂന്നി നിന്നുകൊണ്ട് ജീവിതം നയിക്കണം. ധർമ്മത്തിലൂന്നി നിന്നുകൊണ്ട് ജീവിതം നയിച്ച് അർത്ഥം നേടണം, ധനം നേടണം, കാമങ്ങൾ, ആഗ്രഹങ്ങൾ സാധിക്കണം. അങ്ങനെ ധാർമ്മികതയിൽ ഊന്നി നിന്നുകൊണ്ട് അർത്ഥകാമങ്ങൾ നേടിയുള്ള ആ ജീവിതം പരമപുരുഷാർത്ഥമായ ഈശ്വരനെ അറിയുവാൻ, ഈശ്വര സാക്ഷാത്കാരം നേടുവാൻ സഹായകമായി തീരുകയാണ്. ശ്രീനാരായണ ഗുരുദേവൻ ആത്മോപദേശ ശതകം എന്ന കൃതിയിൽ പാടി വച്ചിട്ടുള്ളത്, ഉണരണം, ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം, അശനം പുണരേണം എന്നിവണ്ണം അനയും അനേക വികൽപ്പം ആകയാലുണരുവതുള്ളൊരു നിർവികാര രൂപം. നിർവികാരമായ ബ്രഹ്മസത്യം, ഈശ്വര സത്യം നമ്മുടെ എല്ലാം ഉള്ളിൽ നിറഞ്ഞിരിപ്പുണ്ട്. ആ ദൈവസത്യം നമ്മളിൽ നിറഞ്ഞിരിക്കുകയാണ്. ആ ദൈവസത്യത്തിലേക്ക് നമ്മൾ ഉണരുന്നുണ്ടോ? ഓരോരുത്തരും ചിന്തിക്കണം. സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഉണരണം, ഇനി ഉറങ്ങണം, അശനം പുണരേണം, ബാഹ്യമായ ജീവിതം നയിക്കണം, ഉണ്ണണം, ഉണരണം, ഉല്ലസിക്കണം, വംശവർദ്ധനവ് ജനിപ്പിക്കണം, മക്കളെ സൃഷ്ടിക്കണം, കുടുംബജീവിതം നയിക്കണം. ഇങ്ങനെയുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് സാധാരണ മനുഷ്യൻ കഴിയുന്നത്. അത് മതിയോ? ഗുരുദേവൻ പറയുകയാണ്, അത് മാത്രം പോരാ. ഭാര്യയും ഭർത്താവും മക്കളും ഒരു ജോലിയും ഒരു വീടും ഭൗതികമായ ഈ സാമഗ്രികൾ മാത്രം പോരാ. അതിനപ്പുറത്ത് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം ഈശ്വരനാണെന്ന് മനസ്സിലാക്കി ആധ്യാത്മികമായ സാധന അനുഷ്ഠാനങ്ങളോടുകൂടി ജീവിക്കണം. ഗുരുദേവൻ അതിന് പറയുന്നത്
പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിടേണം. പ്രണവമുണർന്ന, ഓങ്കാരമുണർന്ന, ഈശ്വരനെ സാക്ഷാത്കരിച്ച് ഈശ്വര സ്വരൂപിയായിരിക്കുന്ന ഒരു പരമഗുരുവിനെ പ്രാപിച്ച് ആ പരമഗുരു പറയുന്ന മാർഗത്തിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ അനുഗ്രഹീതമാക്കണം. നമുക്ക് പ്രണവമുണർന്ന് പുറപ്പൊഴിഞ്ഞു വാഴുന്ന ഒരു പരമഗുരു ശ്രീനാരായണ ഗുരുദേവനുണ്ട്. ആ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യ പരമ്പരയിൽ ബോധാനന്ദ സ്വാമിയും ശിവലിംഗ സ്വാമിയും സത്യവത സ്വാമിയും നരസിംഹസ്വാമിയും അതേപോലെ നമ്മുടെ ഇവിടെ സൂര്യനാരായണ ദീക്ഷിത സ്വാമികളടക്കമുള്ള നിരവധി സന്യസ്ത ശിഷ്യന്മാർ ശ്രീനാരായണ ഗുരുദേവനുണ്ട്. അവരെല്ലാം മഹാപുരുഷന്മാരാണ്. ആ മഹാപുരുഷന്മാർ കാട്ടിത്തന്ന പാതയിലൂടെ സഞ്ചരിക്കണം. ഇവിടെ ദീക്ഷിത സ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ ദീക്ഷിത സ്വാമി ശ്രീനാരായണ ഗുരുദേവനെ വന്ന് സന്ദർശിച്ച് അനുഗ്രഹം തേടിയതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സവിസ്തരമായി പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം മന്ത്രം ജപിച്ച് ആ മന്ത്രം അക്ഷരലക്ഷം പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ പുരസ്ചരണാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിന് ആ കാലമാവുമ്പോഴേക്കും ഗുരുദേവൻ ഉണ്ടാകുമോ എന്നുള്ള സംശയം. അപ്പോഴാണ് ഗുരുദേവൻ അരുളി ചെയ്യുന്നത്, മന്ത്രം ജപിച്ച് അക്ഷരസിദ്ധി വരുത്തി പുരസ്ചരണാദി കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന സമയത്ത് നമ്മെ പ്രതിനിധീകരിച്ച് ഒരു സ്വാമി അവിടെ എത്തിച്ചേരും എന്ന് ഗുരുദേവൻ അരുളി ചെയ്ത് ദീക്ഷിത സ്വാമിയെ അനുഗ്രഹിക്കുകയുണ്ടായി. പിന്നെ ഗുരുദേവൻ മഹാസമാധിയായി വളരെ വർഷങ്ങൾ കഴിഞ്ഞു. അക്ഷരലക്ഷമൊക്കെ ജപിച്ച് മന്ത്ര പുരസ്ചരണാദി കർമ്മങ്ങൾ നിർവഹിക്കണം. അത് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് നിർവഹിക്കുവാൻ തീരുമാനിച്ചത്. ആ അവസരത്തിൽ പെട്ടെന്നവിടെ ഗുരുദേവൻ്റെ ഒരു ശിഷ്യൻ എഴുന്നള്ളി. ആ ശിഷ്യൻ അമൃതാനന്ദ സ്വാമികളായിരുന്നു. അമൃതാനന്ദ സ്വാമികൾ എന്ന മഹാൻ ഗുരുദേവൻ്റെ സന്യാസി ശിഷ്യന്മാരിൽ പ്രമുഖനായിരുന്നു. അമൃതാനന്ദ സ്വാമി നമ്പൂരി സമുദായത്തിൽ ജനിച്ചയാളാണ്. നമ്പൂരി സമുദായത്തിൽ ജനിച്ച അമൃതാനന്ദ സ്വാമി വടക്കേയണ്ടിയിൽ ഒരു വിദ്വാനായി കഴിയുന്ന കാലയളവിലാണ് കേരളത്തിൽ ശ്രീനാരായണ ഗുരു എന്നൊരു മഹാപുരുഷനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഗുരുദേവൻ സർവശാസ്ത്ര പാരംഗതനായ ഈശ്വരാനുഭൂതി നേടിയ ബ്രഹ്മനിഷ്ഠനായൊരു മഹാപുരുഷനാണെന്ന് മനസ്സിലാക്കിയ അമൃതാനന്ദ സ്വാമികൾ ആലുവ അദ്വൈതാശ്രമത്തിൽ വന്ന് ഗുരുദേവനെ കാണുകയുണ്ടായി. ഗുരുദേവനുമായി വാദപ്രതിവാദം നടത്താനാണ് അദ്ദേഹം വന്നത്. ഗുരുദേവൻ വേദാന്താദി ശാസ്ത്രങ്ങളിൽ പരിനിഷ്ഠിതമായ പാണ്ഡിത്യം കരസ്ഥമാക്കിയ ആളാണ്. പ്രസ്ഥാനത്രയം ഭാഷ്യത്തോടുകൂടി ഹൃദിസ്ഥമാണ് ഗുരുദേവന്. പ്രസ്ഥാനത്രയം എന്ന് പറയുന്നത് ഉപനിഷത്ത്, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം. 10 ഉപനിഷത്തുകൾക്കും ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ശങ്കരാചാര്യർ ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഭാരതീയരുടെ പ്രാമാണിക ഗ്രന്ഥം എന്ന് പറയുന്നത് പ്രസ്ഥാനത്രയമാണ്. ആ പ്രസ്ഥാനത്രയത്തിന് ശങ്കരാചാര്യരുടെ ഭാഷ്യം കൂടി ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. മഹാവിദ്വാൻമാർ, മഹാപണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്രയം പഠിച്ച് അതിനപാരമായ പാണ്ഡിത്യം കരസ്ഥമാക്കും. ശ്രീനാരായണ ഗുരുദേവനാകട്ടെ പ്രസ്ഥാനത്രയം നല്ലവണ്ണം പഠിച്ചു എന്ന് മാത്രമല്ല, ആ പ്രസ്ഥാനത്രയം ശങ്കരഭാഷ്യം ഗുരുദേവന് മനഃപ്പാടമായിരുന്നു അത് മുഴുവനും. 10 ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും ബ്രഹ്മസൂത്രത്തിനും അദ്ദേഹം എഴുതിയ ഭാഷ്യമടക്കം ആയിരക്കണക്കിന് പേജുകളുള്ള ആ ഗ്രന്ഥങ്ങളെല്ലാം ഗുരുദേവന് ഹൃദിസ്ഥമായിരുന്നു. ഈ അമൃതാനന്ദ സ്വാമികൾ ഗുരുദേവനുമായി ശങ്കരഭാഷ്യത്തെക്കുറിച്ച് സംസാരിച്ചു.
ഗുരുദേവൻ്റെ അപാരമായ പാണ്ഡിത്യത്തിലും അറിവിലും ആശ്ചര്യവും അത്ഭുതവും തോന്നിയ അമൃതാനന്ദ സ്വാമികൾ ഗുരുദേവൻ്റെ പാദങ്ങളിൽ വീണ് സമർപ്പിച്ച്, അദ്ദേഹം നമ്പൂരി സമുദായത്തിൽ ജനിച്ചയാളാണ്, ഗുരുദേവൻ ഈഴവ സമുദായത്തിൽ ജനിച്ചയാളാണ്. പക്ഷേ ആ ഭേദവ്യത്യാസമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായില്ല. കാരണം തന്നെക്കാളുമൊക്കെ എത്രയോ ഉന്നതനായി ബ്രഹ്മനിഷ്ഠനായി ഈശ്വരൻ്റെ പ്രത്യക്ഷ സ്വരൂപമായി പ്രകാശിക്കുന്ന പരമഗുരുവിൻ്റെ പാദങ്ങളിൽ അദ്ദേഹം സർവാർപ്പണം ചെയ്ത് ഗുരുദേവൻ്റെ ശിഷ്യത്വം നേടി. അങ്ങനെ ഗുരുദേവൻ്റെ ശിഷ്യത്വം നേടി ഗുരുദേവൻ്റെ സന്തത സഹചാരിയായി ജീവിച്ച മഹാനാണ് അമൃതാനന്ദ സ്വാമികൾ. ഗുരുദേവൻ്റെ പഴഞ്ഞി ആശ്രമമുണ്ട്, കുന്നംകുളത്തുള്ള പഴഞ്ഞി ആശ്രമം. അത് ബ്രാഹ്മണ സമുദായം ഗുരുദേവന് സമർപ്പിച്ചതാണ്, നമ്പൂരി സമുദായം സമർപ്പിച്ചതാണ്. അവിടെ അമൃതാനന്ദ സ്വാമികൾ 41 ദിവസം താമസിച്ച് വൈദിക താന്ത്രിക കർമ്മങ്ങളൊക്കെ നടത്തി ശ്രീനാരായണ പാരമ്പര്യത്തിലുള്ള വൈദികത എന്താണ് എന്ന് നമ്പൂരി സമുദായത്തെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവർക്കൂടെ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണ് നമ്പൂരി സമുദായത്തിൽ ജനിച്ച അമൃതാനന്ദ സ്വാമിയെ കൊണ്ട് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചത്. ഗുരുദേവൻ മഹാസമാധി പ്രാപിച്ചതിന് ശേഷം അമൃതാനന്ദ സ്വാമികൾ ശിവഗിരിയിൽ വിശ്രമിച്ചു പോന്നിരുന്നു. ആലുവ അദ്വൈതാശ്രമത്തിൽ സൂര്യനാരായണ ദീക്ഷിത സ്വാമികൾ ഈ പുരസ്ചരണാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ പണ്ട് സങ്കല്പം ചെയ്ത് അനുഗ്രഹിച്ചത് പ്രകാരം ആശ്ചര്യമെന്ന് പറയട്ടെ, അത്ഭുതകരമായി സ്വാമികൾ അവിടെ പ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. സൂര്യനാരായണ ദീക്ഷിത സ്വാമിയെ അനുഗ്രഹിക്കുകയും അദ്ദേഹത്തിന് മന്ത്രസിദ്ധി കൈവരുത്തുന്നതിനാവശ്യമായ വൈദിക താന്ത്രിക കർമ്മങ്ങളെല്ലാം തന്നെ അമൃതാനന്ദ സ്വാമികൾ നിർവഹിക്കുകയും ചെയ്തു. അങ്ങനെ അനുഗ്രഹീതമായൊരു സംഭവത്തെക്കുറിച്ച് സൂര്യനാരായണ ദീക്ഷിത സ്വാമി എന്നോട് പറഞ്ഞത് എൻ്റെ സ്മൃതിപഥത്തിലുണ്ട്. അതുപോലെ നിരവധി സംഭവങ്ങൾ ഓർത്തോർത്ത് പറയുവാനുണ്ട്. ഇവിടെ ഗുരുമന്ദിരം സ്ഥാപിതമായപ്പോൾ ആ ഗുരുമന്ദിരത്തിൽ ഗുരുദേവനെ സങ്കല്പിച്ചുള്ളൊരു പ്രതിഷ്ഠ നടത്തുന്നതിന് എന്നെയാണ് നിശ്ചയിച്ചത്. ഗുരുദേവനെ സങ്കല്പിച്ചുകൊണ്ട് വെണ്മയാർന്നൊരു കണ്ണാടി വയ്ക്കുകയും ആ കണ്ണാടിയിൽ ഓം ഗുരു എന്ന് എഴുതുകയും ഭിത്തിയിൽ ഗുരുദേവൻ്റെ സ്വരൂപം വെക്കുകയും ദൂരെ നിന്ന് നോക്കുമ്പോൾ കണ്ണാടിയിൽ ഗുരുദേവൻ്റെ സ്വരൂപം തെളിഞ്ഞു കാണാം, ഓം ഗുരു എന്നും കാണാം. ആ പ്രതിഷ്ഠ നടത്തുവാൻ സൂര്യനാരായണ ദീക്ഷിത സ്വാമി എന്നെ നിശ്ചയിക്കുകയും തിരഞ്ഞെടുക്കുകയും ഞാൻ വന്ന് ആ കാര്യം നിർവഹിക്കുവാനുള്ള നിയതി, ഭാഗ്യം, അനുഗ്രഹം ലഭിച്ചതും ഞാൻ ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ്. ഏതായാലും ഞാൻ സുദീർഘമായി ഒന്നും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകളോടും എനിക്ക് പറയുവാനുള്ളത്, സൂര്യനാരായണ ദീക്ഷിത സ്വാമി പിന്തുടർന്നു വന്ന ആധ്യാത്മികമായ പാരമ്പര്യത്തെ സംശീകരിച്ചുകൊണ്ട് ഇതൊരു ക്ഷേത്രം മാത്രമല്ല, ഒരാത്മീയ കേന്ദ്രം കൂടിയാണ് എന്ന് മനസ്സിലാക്കി ഇവിടുത്തെ ദൈവീക കാര്യങ്ങളും ആധ്യാത്മികമായ കാര്യങ്ങളും കൂടുതൽ കൂടുതൽ പുഷ്ടിയോടുകൂടി നടത്തുന്നതിൽ എല്ലാവരും ശ്രദ്ധാലുക്കളാകണം. അതുപോലെ ക്ഷേത്രകാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് സ്വാമിയുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട വൈദിക ശിഷ്യന്മാർ ഇപ്പോഴുമുണ്ട്. പലർക്കും പ്രായം ചെന്നിട്ടുണ്ട്, അവശത വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും അവരിലൂടെ ആ പാരമ്പര്യം കൂടുതൽ ശക്തമായി ഭംഗിയായി നിറവേറ്റിക്കൊണ്ടു പോകുവാൻ സാധ്യതമാകട്ടെ എന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒരാധ്യാത്മിക കേന്ദ്രം എന്ന നിലയിൽ വർക്കല ശിവഗിരി മഠത്തിൻ്റെ ശ്രദ്ധയും എല്ലാവിധമായ മാർഗനിർദ്ദേശവും എല്ലാവിധമായ പ്രാർത്ഥനയും എപ്പോഴും ഈ സ്ഥാപനത്തോടുണ്ടാകും എന്നുള്ള കാര്യവും ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. ഉത്തരോത്തരം അഭിവൃദ്ധികരമായ രീതിയിൽ ഈ ക്ഷേത്രവും സ്ഥാപനവും വളർന്ന് വികാസം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ ശതോത്തര രജത ജൂബിലി ആഘോഷ പരിപാടികൾ തുടർച്ചയായി വളരെ ഭംഗിയായി ഗംഭീരമായി നടത്തിക്കൊണ്ട് പോകുവാൻ ഇവിടുത്തെ ശിഷ്യ സംഘത്തിന് സാധിക്കണം. അത് ഗംഭീരമായി നിറവേറ്റുവാൻ ജഗദീശ്വരൻ്റെ, ശ്രീനാരായണ ഗുരുദേവൻ്റെ, സൂര്യനാരായണ ദീക്ഷിത സ്വാമിയുടെ അനുഗ്രഹ വർഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം ഇവിടെ സമുദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു. എല്ലാവർക്കും ജഗദീശൻ്റെ കാരുണ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമോ ഭാഗം. നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ആ മഹത്കർമ്മം നിർവഹിക്കുകയും ഒപ്പം തന്നെ നമുക്ക് ഈശ്വരീയ പകർന്നു നൽകുകയും ഇത്രയും സമയം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സംശുദ്ധമായിരിക്കുകയും നമ്മൾ എത്തിക്കുകയും ചെയ്ത സംപൂജ്യനായ സ്വാമിജിക്ക് കോത്തല ശ്രീ സൂര്യനാരായണപുരം ദേവസ്വത്തിൻ്റെ ഒപ്പം തന്നെ SNDP ശാഖായോഗത്തിൻ്റെയും ഒപ്പം പോഷക സംഘടനകളുടെയും എല്ലാവിധമായ നന്ദി രേഖപ്പെടുത്തുകയാണ്.